എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1803 ദിവസത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ്. ഇനിയും ഒരുപാട് ദിവസങ്ങൾ അവർക്കായി മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. കാരണം തീർച്ചയായിട്ടും അവർ തന്നെയാണ് നാളെയുടെ പ്രതീക്ഷ. ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറാം. നന്ദി. നമ്മൾ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ഹോമിയോപ്പതിയിൽ എന്താ പ്രതീക്ഷിക്കുന്നത്, അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ അവർ കാണുന്നുണ്ടോ, അടുത്തൊരു കാര്യം അവർക്ക് നിർദ്ദേശിക്കാനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും 2 റൗണ്ടാണ് നമുക്ക് ഡിസ്കഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓരോരുത്തരും 5 മിനിറ്റ് സമയം എടുത്തുകൊണ്ട് ആദ്യമായിട്ട് അവരുടെ പ്രതീക്ഷ എന്താണ്, എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ അവർ മുന്നിൽ കാണുന്നുണ്ടോ, ഇതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. ഇതിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഒന്ന് ഡോക്ടർ സാജൻ എഡിസൺ, തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ മുൻ ചെയർമാൻ കൂടിയാണ്, ഇപ്പോൾ പീഡിയാട്രിക്സ് PG സ്റ്റുഡൻ്റ് ആണ്. രണ്ടാമത്തെ വ്യക്തി ഡോക്ടർ റിഷാൻ M. ഷിറാസ്, അദ്ദേഹം കോഴിക്കോട് ഗവൺമെന്റ് കോളേജിന്റെ യൂണിയൻ ചെയർമാനായിരുന്നു. ഇപ്പോൾ ഇന്റേൺഷിപ്പ് നടത്തുകയാണ് 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഡോക്ടർ റിഷാന് ഒരു വലിയ പാരമ്പര്യമുണ്ട്. കാരണം ഇദ്ദേഹത്തെ ഗ്രാൻഡ് മദർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ഡയറക്ടർ ആയിരുന്നു. അപ്പൊ ആ ഒരു കാലത്ത് അഡീഷണൽ ഡയറക്ടർമാരും സർജന്മാരും ഒക്കെ അവരെ മക്കളെ ഹോമിയോപ്പതി പഠിക്കാൻ വിടാൻ തയ്യാറാവുന്ന ഒരു കാലം കൂടിയായിരുന്നു എന്നിവിടെ ഓർക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ആൾ മേഘ DJ, ഗ്രീഷ്മ CM, ഇവർ രണ്ടുപേരും വിദ്യാധര ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളാണ്. നമ്മുടെ IFPHന്റെ പ്രസിഡന്റ് ഇസ്മായിൽ സേഡ് സാറും ഉൾപ്പെടെയുള്ള പല പ്രമുഖരുടെയും കോളേജാണ് വിദ്യാധര ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ്. അടുത്ത 2 പേര് പ്രതിഭ ജോർജും ഐശ്വര്യയും ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ്. മേഘയും ഗ്രീഷ്മയും ഫൈനൽ വിദ്യാർത്ഥികളാണ്. ഇതിനകത്ത് പ്രതിഭ ജോർജിന്റെ അമ്മ തിരുവനന്തപുരത്തെ തിരുവല്ലത്ത് ഡിസ്പെൻസറിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. അതായത് എയർ കണ്ടീഷൻ ഡിസ്പെൻസറി എന്നൊരു ഖ്യാതി കൂടി ആ സ്ഥാപനത്തിന് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും വളരെ മനോഹരമായി തന്നെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ചർച്ചയിലേക്ക് കടങ്ങാം. സാജൻ എഡിസൺ എത്തിയെന്ന് തോന്നുന്നില്ല. ഒരു ഡോക്ടർക്ക് ഏറ്റവും അധികം വേണ്ടത് ടൈം കൃത്യത പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബാക്കി ജോയിൻ ചെയ്യാൻ 5 പേർ ശ്രദ്ധിച്ചു കാണും. എത്ര കൃത്യമായിട്ടാണ് IFPH കഴിഞ്ഞ 1803 ദിവസമായി സ്വദേശികളെയും വിദേശികളെയും ഒരുപാട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതും സമയകൃത്യത പാലിക്കുന്നതും. ആദ്യമായിട്ട് ഡോക്ടർ റിഷാനെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ റിഷാൻ ഉണ്ടല്ലോ. ഡോക്ടർ റിഷാൻ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ മ്യൂട്ടാണ്. ഇല്ല, കുഴപ്പമില്ല. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇല്ല, ഉള്ള ഗസ്റ്റുകളെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെന്ന് പറഞ്ഞു. ഓക്കെ. അല്ല, അതിനുള്ള ഒരു പരിശീലനം, അതായത് ഒരുപാട് ഇൻഹിബിഷൻ ഹോമിയോപ്പതി രംഗത്തുണ്ട്. അപ്പൊ അതൊന്ന് മാറേണ്ടതുണ്ട്. എല്ലാവരും നല്ല പ്രതിഭകളാണ്, പക്ഷെ അവർ അരങ്ങ് കാണാത്ത നടന്മാരായി അവശേഷിക്കുകയാണ്. നമുക്ക് ആ ഒരു മാറ്റേണ്ടതുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുക. അതെ, അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്താൽ നല്ലതായിരിക്കും. പ്രതിഭ വീഡിയോ ഓൺ ചെയ്തു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. രണ്ടുപേരായി. അതെ. ആരുള്ള ഐശ്വര്യ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ മേരി ബിന്ദു ഡോക്ടർ മകളാണ് പ്രതിഭ ജോർജ്. എന്നിട്ട് ശൈല ഡോക്ടർ. അത് ശരി. തിരുവല്ലം. അതെ. ഇപ്പൊ അടുത്ത കാലത്ത് ഡിസ്പെൻസറി എയർ കണ്ടീഷനൊക്കെ ആക്കി കേരളത്തിലെ നമ്പർ 1 സ്ഥാപനമാക്കി മാറ്റാൻ ഡോക്ടർ മേരി ബിന്ദുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ കാര്യം. വാട്സപ്പിലൊക്കെ തിരുവനന്തപുരത്തിലെ അതി കിടക്കുന്ന ഞാൻ കണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ സ്ഥാപനങ്ങൾ ഒരുപാട് മാറും. പ്രത്യേകിച്ച് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ വന്നതോടുകൂടി ഡോക്ടർ റിഷാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ റിഷാൻ, ഞാൻ പറഞ്ഞത് കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അറിയേണ്ടത് കേട്ടു. ഞാൻ ആക്ച്വലി ഹോസ്റ്റൽ ആയതിനെക്കൊണ്ട് ഇവിടുത്തെ സാഹചര്യം ഒന്ന് റെഡി ആയിരുന്നായിരുന്നു. ശരി. ഓക്കെ. അപ്പോ താങ്കളുടെ അഭിപ്രായം കേൾക്കാൻ ഞങ്ങൾ കാതോർത്തിരിക്കുകയാണ്. പ്ലീസ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. പ്രധാനമായിട്ടും
യുവജനങ്ങൾ ഉപയോഗിക്കുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ മറ്റൊന്നും തന്നെയല്ല. പ്രധാനമായിട്ടും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഹോമിയോപ്പതിയെ പറ്റിയിട്ടുള്ള ഒരു പ്രതിച്ഛായ അത് ഒരുപാട് മാറി വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഒരുപാട് കുറച്ചുകൂടെ മാറ്റം വരാനുണ്ട്. അത് നമ്മുടെ പ്രഗത്ഭരായ ഡോക്ടർമാരിൽ നിന്നുള്ള ചികിത്സയും അവരുടെ സക്സസ് സ്റ്റോറീസും അതൊക്കെ വെച്ച് തന്നെ നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുഞ്ഞിനെ മുതൽ ഇത് കണ്ടുവന്നുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് ആ ഒരു ഇതിൽ വന്നുള്ളൂ. പക്ഷെ എങ്കിലും എൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠികളാണെങ്കിൽ പോലും, ഈവൻ ഇപ്പൊ ഇന്റേൺഷിപ്പ് എത്തി നിൽക്കുന്നവരാണെങ്കിൽ പോലും, അവരിലും എനിക്ക് പറയാം ഒരു 70 അല്ലെങ്കിൽ 60% പേര് ഇപ്പോഴും ഹോമിയോപ്പതി കൊണ്ട് ഒരു ഉപജീവനം കണ്ടെത്താൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് ഫലപ്രദമായ ചികിത്സ അവർക്ക് ചെയ്യാൻ പറ്റുമെന്നോ വിശ്വാസമുള്ളവരല്ല. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഹോമിയോപ്പതിക്കാരുടെ തന്നെ ആദ്യം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവരാണ് ഹോമിയോപ്പതിനെ ഭാവിയിൽ വളർത്തേണ്ടത്. അപ്പൊ ഇവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് അധികം ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഹോമിയോപ്പതി ഉണ്ടാവും. അപ്പൊ അതിന് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഈ സയന്റിഫിസിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ അലോപ്പതിക്കാരുടെ സ്ഥിരമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടല്ലോ, അതിനെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ വ്യക്തമായ ഒരു ഐഡിയ അത് നമ്മുടെ യുവജനങ്ങൾക്ക് വ്യക്തമായി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നാണ് ഫസ്റ്റ് പറയാനുള്ളത്. അത് പൊതുജനം അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ മറുപടി കൊടുക്കത്തക്ക രീതിയിൽ നമ്മുടെ യുവജനങ്ങളെ യുവ ഹോമിയോ ഡോക്ടേഴ്സിനെ പ്രത്യേകിച്ചും എഡ്യൂക്കേറ്റ് ചെയ്യണമെന്ന് ഫസ്റ്റ് എനിക്കൊരു സജഷൻ ഉള്ളത്. അത് ഒബ്വിയസ്ലി ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇത്രയും ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാർക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് പ്രധാനമായിട്ടും ഇതിലൊരു സാധ്യത ഇപ്പൊ പിന്നെയും ബെറ്റർ, നല്ല രീതിയിൽ ബെറ്റർ ആയിരുന്നു. ആക്ച്വലി കുറച്ചുകൂടെ മുമ്പാണെങ്കിൽ മീൻസ് നിങ്ങൾ ഈ ഡോക്ടേഴ്സ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എല്ലാം പഠിക്കുന്ന സമയത്താണെങ്കിൽ ഇത്ര പോലൊരു അക്സെപ്റ്റൻസ് ഹോമിയോപ്പതിക്ക് പൊതുജനത്തിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. പക്ഷെ നിലവിൽ കുറെ കൂടെ അക്സെപ്റ്റൻസ് പൊതുജനത്തിൽ ഉണ്ടെങ്കിലും നമുക്കറിയാം മറ്റ് സംഘടനകളുണ്ടല്ലോ, ഈ അലോപ്പതിയുടെ തന്നെ IMA പോലത്തെ സംഘടനകൾ വളരെയധികം എന്താ പറയാ ടാർഗറ്റ് ചെയ്ത് ഹോമിയോപ്പതി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഫലപ്രദമാണെന്നും ഭാവിയിൽ ഇത് അവരുടെ ഒരു ഭൂരിഭാഗം പേഷ്യൻസ് അല്ലെങ്കിൽ ഭൂരിഭാഗം മേഖല തന്നെ കൈക്കൊള്ളുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് ടാർഗറ്റ് ചെയ്ത് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്. നമ്മുടെ തന്നെ ഒരുപാട് ഭിന്നിപ്പും കാര്യങ്ങളും ഉണ്ട്. അത് നല്ല രീതിയിൽ അതിന് മാറ്റം കൊണ്ടുവന്നിട്ട് ഇതുപോലത്തുള്ള സംഘടനാപരമായ പ്രവർത്തനങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിന് നല്ലൊരു മാറ്റം വരുത്താൻ പറ്റും. നേരത്തെ മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരായിട്ടുള്ള കണക്ഷൻസും അതുപോലെ ഒരുപാട് റിലേഷൻസും എല്ലാം ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് കുറെ കൂടെ നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രധാനമായിട്ടും ആദ്യം പറയാനുള്ളത് ആ ഒരു എന്താ പറയാ പൊതുജനത്തിനെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കത്തക്ക രീതിയിൽ നമ്മുടെ യുവ ഡോക്ടേഴ്സ് കോൺഫിഡന്റ് ആയിരിക്കുന്ന രീതിയിൽ ഉള്ള എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ അതിന് വേണ്ട ക്ലാസ്സസോ അല്ലെങ്കിൽ അതിന് വേണ്ട ഓറിയന്റേഷൻ പോലത്തെ കാര്യങ്ങൾ എടുക്കുക. പിന്നെ ഹോമിയോപ്പതിയിലെ സക്സസ് സ്റ്റോറീസും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇപ്പൊ പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സിനെ തന്നെ അത് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് ഹോമിയോപ്പതി എന്ന സിസ്റ്റം ഫുൾ പ്രൂഫ് ആണ്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും പറ്റുന്നത് ഷോർട്ട് കട്ട്സ് പോകുമ്പോഴത്തേക്കും ഫെയിൽ ആവുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഹോമിയോപ്പതി സിസ്റ്റത്തിനെ കുറ്റം പറയാം. ശരിക്കും അത് നല്ല കറക്റ്റായ രീതിയല്ല. ശരിക്ക് അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് അതെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പ്രഗത്ഭ ഡോക്ടേഴ്സിന്. പക്ഷെ അത് ഈ ഇന്റേൺസിനോ അല്ലെങ്കിൽ പഠിച്ചിറങ്ങാവുന്ന ഡോക്ടേഴ്സിനോ മീൻസ് യുവ ഡോക്ടേഴ്സിനോ കൂടി മനസ്സിലാക്കി കൊടുക്കുന്ന വിധം സെമിനാർസോ ക്ലാസ്സസോ ഒക്കെ എടുക്കുന്നത് വളരെ ഉപയോഗപ്രദമായിരിക്കും എന്ന് തോന്നുന്നു. പ്രധാനമായിട്ട് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലും സൂചനകൾ വരുമ്പോൾ ചർച്ചയിൽ ഏർപ്പെടുന്നതായിരിക്കും. എന്തായാലും ഒരു കോളേജ് യൂണിയൻ ചെയർമാൻ ആയതുകൊണ്ടായിരിക്കാം വളരെ താങ്കളുടെ എന്താ പറയുക അവതരണം കേട്ട് വളരെ സന്തോഷം തോന്നി. എന്തായാലും നമ്മുടെ പിന്തുണക്കാർ മോശക്കാരാവില്ല എന്നൊരു എന്താ പറയുക സന്തോഷമാണ് അതിൽ തോന്നിയത്. നമ്മുടെ ഗവൺമെന്റ് കോളേജിലെ ചെയർമാൻ കൂടിയായിരുന്ന ഡോക്ടർ സാജൻ എത്തിയിട്ടുണ്ട്. ഡോക്ടർ സാജൻ. ഡോക്ടർ സാജൻ അൺമ്യൂട്ട് ചെയ്യാമോ? ഒരു പക്ഷേ വീട്ടിൽ എത്തിക്കാണേ ഉള്ളായിരിക്കും. സാറേ ഒരു 2 മിനിറ്റ് സാറേ. ശരി, അപ്പൊ കുഴപ്പമില്ല, അടുത്ത ആളിലേക്ക് പോയിട്ട് വരാം. നമുക്ക് ഡോക്ടർ മേഘ ഉണ്ട്, മിസ് മേഘ. ഒരു ഗ്രീഷ്മ ഉണ്ട് മനോജ് ഡോക്ടറെ. വെയിറ്റ് മേഘ ഗ്രീഷ്മ രണ്ടുപേരുണ്ട് ഇതിനകത്തുണ്ട്. ഹലോ. ഓക്കെ, വെൽക്കം പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മേഘ. ഞാൻ ശ്രീ വിദ്യാധരാജ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. അപ്പോ ഡോക്ടർ ഋഷൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹോമിയോപ്പതിനെ കുറിച്ച് ഇപ്പോഴും കുറെ പബ്ലിക്കിന് ഇപ്പോഴും ഒരു അവയർനെസ് കിട്ടാതെ വരുന്നുണ്ട് ഹോമിയോപ്പതി. അത് കാരണം നമ്മൾ അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് മീൻസ് റിസർച്ച് അങ്ങനെ ഒന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കാം.
അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുക്കണം ഹോമിയോപ്പതിനെ കുറിച്ച്. എന്താണ് ഹോമിയോപ്പതി, അതിന്റെ സക്സസ്ഫുൾ സ്റ്റോറീസ് എന്തൊക്കെയാണ്, അതൊക്കെ കുറിച്ച് നമ്മൾ ഹോമിയോപ്പതിയുടെ ബെനിഫിറ്റ്സ്, അതിന്റെ അഡ്വാൻറ്റേജസ്, അതിന്റെ സക്സസ്ഫുൾ എല്ലാം നമ്മൾ പബ്ലിക്കിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഹോമിയോപ്പതി പറയുമ്പോൾ തന്നെ എന്താണ് ഒരു ട്രീറ്റിംഗ് മാൻ ആസ് എ ഹോൾ ആണ്, നോട്ട് ലൈക്ക് അതർ സിസ്റ്റം. ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വ്യക്തിനെ ആസ് എ ഹോൾ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇൻഡിവിജ്വലൈസേഷൻ ബേസിസിൽ, അതായത് ഒരു ഓർഗൻസിനെ നമ്മൾ നോക്കാതെ ആസ് എ മാൻ ഒരു ഹോൾ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് ഹോമിയോപ്പതിയിൽ ഇപ്പൊ കുറെ പ്രോജക്ട്സ് വരുന്നുണ്ട്. ഇപ്പം ജനനി ആയാലും ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ കുറെ സക്സസ് കൊടുത്ത ഒരു പ്രോജക്റ്റ് ജനനി, ദെൻ ശ്രാവ്യ, ENT പ്രോജക്ട്സിനൊക്കെ വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് ശ്രാവ്യ. പിന്നെ സ്പാർഷ്, സ്കിൻ കെയറിനൊക്കെ കുറെ റിസർച്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് സ്പാർഷ്. അപ്പൊ ഇങ്ങനെ പലതും ഇപ്പൊ ഹോമിയോപ്പതിയിൽ തന്നെ കുറെ റിസർച്ച് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പബ്ലിക്കിനുമായിട്ട് ഒരു കോണ്ടാക്ട്, പബ്ലിക്കിനെയും കൂടെ അവയർനെസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ സർജിക്കൽ കേസിലൊക്കെ പോലും കുറെ പേര് ബാക്കി സിസ്റ്റം ഓഫ് മെഡിസിനിലൊക്കെ പോയിട്ട് ഫെയിലിയർ ആയിട്ട് തിരിച്ച് നമ്മളോട് വരുന്ന കുറെ ആൾക്കാരുണ്ട്. അതിപ്പം പൈൽസിലായാലും വേറെ ഗോൾഡ് സ്റ്റോൺസ്, റീനൽ സ്റ്റോൺസ്, അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ വേറെ സിസ്റ്റത്തിൽ പോയിട്ട് അവിടെ അവസാനം അവര് സർജിക്കൽ ട്രീറ്റ്മെന്റിൽ കൊണ്ടെത്തുന്ന ആ ഒരു സ്റ്റേജിലാകുമ്പോഴത്തേക്കും സർജറി വേണ്ടാന്ന് പറയുന്ന കുറെ ജനങ്ങൾ നമ്മളോട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹോമിയോപ്പതിനെ ആ ഒരു കേസ് ടേക്കിംഗ്, ആ ഒരു ടോട്ടാലിറ്റി സിംറ്റംസ് എടുത്ത് നമ്മളുടെ മെഡിസിൻ കൊണ്ട് തന്നെ ക്യൂർ ചെയ്ത കുറെ സ്റ്റോറീസ് ഉണ്ട്, കുറെ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറെ കേസസ് ഉണ്ട് നമുക്ക്. അപ്പൊ അതൊക്കെ ഹോമിയോപ്പതിയുടെ ഒരു ബെനിഫിറ്റ് ആണ്. അപ്പം അതൊക്കെ തന്നെ നമുക്ക് പബ്ലിക്കിനെ പറഞ്ഞ് ഒരു അവയർനെസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ചർച്ചയിൽ നോക്കാം. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവയർനെസ് കിട്ടണം. അപ്പോൾ വിദ്യാരാജ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന ജോർജ് സാർ, ഞാൻ പഠിപ്പിച്ചിരുന്ന ഡോക്ടർ KZ ജോർജ് ആയിരുന്നു അവിടുത്തെ പ്രിൻസിപ്പാള്. സാറ് സാധാരണ എല്ലാ പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ വേദിയിലും ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ചില കവിതകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ്. അദ്ദേഹം ചൊല്ലുന്ന ഒരു കവിതയുണ്ട്: അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം ആരറിവോൻ. അപ്പൊ ആ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇപ്പോഴും കുറെയൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും അടിയനും ചോദി തമ്പ്രാനും ചോദി എന്ന അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എവിടെയാണ് പിഴച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പൈൻഡ് എഫർട്ട് ഇല്ല, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ മാറി വരും. കാരണം ഇന്നലത്തെ ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിൽ ആ ഒരു പ്രസന്റേഷൻ നിങ്ങളാരും കണ്ടു കാണൂല, ഞാൻ അയച്ചിരുന്നു. അത് ആരുടെ കുറ്റവും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ബ്രെയിൻ സർജറി കഴിഞ്ഞ് ഇനി 3 മാസമേ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞ ഒരു കുട്ടി അവസാനം ട്രീറ്റ്മെന്റിൽ കാൽസിനോസിൻ 200 അനിമാൻ പറഞ്ഞ അതേ ഡോസിൽ കൊടുത്തു. അവസാനം കുറച്ച് എണീറ്റ് തുടങ്ങി, നടന്നു തുടങ്ങി, യൂണിഫോം ഇട്ടു, സ്കൂളിൽ പോകുന്നു, പാട്ട് പാടുന്നു. എന്തൊരു മാറ്റമാണ്! ഈ ഒരു ചികിത്സ നൽകാൻ ലോകത്ത് വേറെ ആർക്കും കഴിയില്ല എന്നുള്ള സത്യമാണ്. ഈശ്വരന് കഴിയുമായിരിക്കും. നിങ്ങളുടെ വിദ്യാരാജ കോളേജിനുണ്ടല്ലോ ന്യൂറോ ഡെവലപ്മെന്റ് സെന്റർ, എന്തൊരു മാറ്റമാണ്, ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. അതിൽ എത്ര പേര് അതിനെ മാനസികമായി സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. H.A. റോബർട്സിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ വാട്ട് യു ക്യാൻ ഓഫർ യങ് മാൻ ഹോമിയോപ്പതി എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ഗ്രീഷ്മയിലേക്ക് പോകാം. ഗ്രീഷ്മ. ഹലോ, ആ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഗ്രീഷ്മ CM, ശ്രീ വിദ്യാധരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പോ എന്റെ ഒരു അഭിപ്രായത്തില് ഹോമിയോപ്പതിക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇൻഡിവിജ്വലൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിനെ ഹോൾ ആയിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് അറ്റ് കോളേജ് ലെവലിലായാലും നമുക്ക് ഫെസിലിറ്റീസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയുണ്ട്. നമുക്ക് പ്രാക്ടിക്കൽ നോളജ് ആയാലും അത് ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് പറയേണ്ടതാണ്. കോളേജ് ലെവലിൽ ഇപ്പം ലാബ് ആയാലും എന്തായാലും നമുക്ക് കിട്ടുന്ന സ്റ്റുഡൻസിന് കിട്ടുന്ന ആ ഒരു ഫെസിലിറ്റീസ് വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ ഹോമിയോപ്പതിയിൽ ലൈക്ക് പ്രാക്ടീഷണറിന്റെ ഒരു സ്കില്ലാണ് അവിടെ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഒബ്സർവ് ചെയ്തിട്ട് പേഷ്യന്റ് വരുമ്പോൾ ഒബ്സർവ് ചെയ്തിട്ട് എങ്ങനെയാ ആ പേഷ്യന്റിന്റെ ഡിസീസ് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ മൊത്തത്തിലൊരു കംപ്ലീറ്റ് ക്യൂർ ആണ് നമ്മൾ ഹോമിയോപ്പതിയിലൂടെ പ്രതീക്ഷിക്കുന്നത്.
അതുപോലെ റിസർച്ച് ഇപ്പൊ ഹോമിയോപ്പതിയിൽ റിസർച്ചിന്റെ ലെവല് കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. റിസർച്ച് ആയാലും അതിന് ഗവൺമെന്റിന്റെ സപ്പോർട്ട് ആയാലും വേണം. ഗവൺമെന്റ് അധികം ആയുഷിന്റെ ഇതില് ഫണ്ടൊക്കെ തരുന്നുണ്ട്, പക്ഷെ നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അപ്പൊ റിസർച്ചിന്റെ ഒരു ഇത് പറയേണ്ടതുണ്ട്. പിന്നെ പ്രൂവിങ് ആയാലും നമ്മൾ ഹ്യൂമൻസിൽ പ്രൂവ് ചെയ്യുന്നുണ്ട്. മേ ബി അതൊരു ലിമിറ്റേഷൻ ആയിട്ട് വരാം ഹോമിയോപ്പതിയിൽ പ്രൂവിങ്ങിന്റെ ഇത് പറയുമ്പോൾ. പിന്നെ ഗവൺമെന്റിന്റെ സപ്പോർട്ട്, അതാ മെയിൻ ആയിട്ട് പറയേണ്ടത്. ഗവൺമെന്റ് കുറെ പ്രോഗ്രാം കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ നമുക്കത് പറയേണ്ടതുണ്ട്. പിന്നെ മറ്റ് മെഡിക്കൽ സയൻസ് പോലെ തന്നെയാണ് നമ്മുടെ ഹോമിയോപ്പതിക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് പബ്ലിക്കിൽ കറക്റ്റ് ആയിട്ട് എത്തുന്നില്ല. മെയിൻ ആയിട്ട് ആളുകൾക്കിടയിൽ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഹോമിയോപ്പതിയിൽ കുറെ പ്രോജക്റ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് ജനനി ആയാലും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് നമ്മളിപ്പോ കുറെ സക്സസ്ഫുൾ കേസസ് വന്നിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾക്കിടയിൽ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ല. അതാ മെയിൻ ആയിട്ട് ഇത് പറയുന്നത്. അപ്പം അത് ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനാണ്. പിന്നെ ഡിസ്പെൻസറികളായാലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന്റെ എണ്ണം ഇപ്പൊ എല്ലാവരുടെയും ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പം ഹോമിയോപ്പതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്താ, അങ്ങനെ ഒരു ചോദ്യം ഇപ്പൊ എല്ലാവരുടെ ഇടയിൽ ഉണ്ട്. അപ്പോ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്പെൻസറികളായാലും ഹോസ്പിറ്റലിന്റെ എല്ലാം എണ്ണം ഒന്ന് കൂട്ടണം, നമ്പർ കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കുറെ സ്കീമുകളായാലും ഗവൺമെന്റ് കൊണ്ടുവരുന്നതും കുറച്ചധികം വേണം. അല്ലെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഹോമിയോപ്പതിക്കായിട്ടുള്ള സ്റ്റുഡൻസിനായിട്ടായാലും ഹോസ്പിറ്റലിൽ ഫെസിലിറ്റി കൂട്ടാനായാലും അതിന് ഡിസ്പെൻസറികളിലായാലും അതിനൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയേണ്ടത്. താങ്ക് യു. ഓക്കെ, എന്തായാലും വ്യക്തമായ കാഴ്ചപ്പാട് തന്നെയുണ്ട്. ഇപ്പൊ റിസർച്ച് എന്ന് പറയുമ്പോൾ ധാരാളം പേപ്പറുകൾ യഥാർത്ഥത്തിൽ ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഗ്രീഷ്മ സംസാരിച്ചു വിടുന്നപ്പോൾ ഗ്രീഷ്മ സംസാരിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നത് എന്താ നെറ്റ്വർക്ക് പോയി അല്ലേ? അപ്പൊ ഈ നെറ്റ്വർക്കിന്റെ പ്രശ്നം യഥാർത്ഥത്തിലുള്ളത് വർക്ക് നടക്കാത്തതുകൊണ്ടല്ലോ, നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട്. CCRHന്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം റിസർച്ച് പേപ്പറുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ ഹോമിയോപ്പതിക്ക് ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ കാണാതെ പോകരുത്. ഒരു MBBS വിദ്യാർത്ഥി പഠിക്കുന്ന വിഷയങ്ങളെക്കാളും വിഷയങ്ങളുടെ എണ്ണത്തിൽ ഹോമിയോപ്പതിയിൽ വളരെ കൂടുതലുണ്ട്, ആയുർവേദത്തിലുണ്ട്. അപ്പം മറ്റവരെ സംബന്ധിച്ചുള്ള അവരെന്ത് വെറും അവരെ വിഷയം മാത്രമേ പഠിക്കുന്നുള്ളൂ. നമ്മൾ സമാന്തരമായിട്ട് ശരിക്കും പറഞ്ഞാൽ വേറൊരു മൊത്തം പഠിക്കുകയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം പോസ്റ്റ് ഗ്രാജുവേഷന് തന്നെ അലോപ്പതിയിലെ പോസ്റ്റ് ഗ്രാജുവേഷന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് 4 പരീക്ഷ എന്നായിരുന്നു. പക്ഷെ ഞാൻ PG ചെയ്യുന്ന സമയത്ത് ഹോമിയോപ്പതിക്ക് അങ്ങനെയല്ല, സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരു പരീക്ഷയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, പരീക്ഷയോട് പരീക്ഷ. ഇപ്പൊ DM-ന് ഒരു സിലബസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആരും വായിച്ചു നോക്കിയാൽ എനിക്ക് അറിഞ്ഞോന്ന് എനിക്കറിയില്ല. അതിനകത്ത് എഴുതി എന്താണ്, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എൻട്രൻസ് എഴുതി ക്വാളിഫൈ ചെയ്താൽ മാത്രം പോരാ, വേറെ എന്തൊക്കെ ചെയ്യണം. ഇങ്ങനെ കുറെ മണ്ടത്തരങ്ങളതിനകത്ത് മൊത്തം വന്നിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ വളരെ കുറച്ച് പേര് മാത്രമേ അത് പ്രതികരിച്ചിട്ടുള്ളൂ. IFH എന്തായാലും അത് കറക്റ്റ് ചെയ്യാനുള്ള റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ സാജൻ എഡിസൺ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജൻ റെഡിയായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമസ്കാരം സർ. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സാജൻ. ഞാൻ UG തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്നാണ് കഴിഞ്ഞത്. ഞാനിപ്പോ PG ചെയ്യുന്നു, പീഡിയാട്രിക്സിലാണ് PG ചെയ്യുന്നത്. അപ്പോ IFPH എന്ന് പറയുന്നത് എന്നും നമുക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം എന്നൊരു സപ്പോർട്ട് എന്നൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. കാരണം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ആയാലും നമ്മുടെ കോളേജ് കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴും ഓരോ ഹോമിയോ മേഖലയായിട്ട് ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ആരും പ്രതികരിക്കാതിരുന്ന സമയത്ത് സധൈര്യപൂർവ്വം ഭരിക്കുന്ന പാർട്ടി ഏതെന്ന് നോക്കാതെ ആരുടെയും മുമ്പിൽ നമ്മുടെ കൃത്യമായിട്ടുള്ള നിലപാടുകളായിട്ട് മുമ്പോട്ട് പോയൊരു സംഘടനയാണ് IFPH എന്ന് പറഞ്ഞ സംഘടന. നമ്മളെ കോവിഡ് കാലഘട്ടത്തിലുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം. കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ ഹോമിയോ മെഡിക്കൽ കോളേജുകളെ തന്നെ അവിടെ അലോപ്പതി സെന്ററുകളായി മാറ്റിക്കൊണ്ട് നമ്മുടെ യാതൊരു റോളും ഇല്ലാത്ത ഹോമിയോപ്പതിയുടെ പ്രതിരോധ മരുന്ന് പോലും വിതരണം ചെയ്യാത്ത സാഹചര്യത്തിൽ IFPH എന്ന സംഘടന സധൈര്യം നിന്നു. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഒത്തൊരുമിച്ച് നിന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പല അവകാശങ്ങളും നേടിയെടുക്കാൻ സാധിച്ചത്. ഇന്നിപ്പോ ഇന്നത്തെ ടോപ്പിക് തന്നെ യുവജന വേദി എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെ മനു സാറേ? അതെ.
അപ്പോ യുവജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ ഇതിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഹോമിയോപ്പതിയുടെ മറ്റ് തലങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ഡോക്ടേഴ്സ് ആണ് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല. കാരണം IFPH ദിനം പ്രതി കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഹോമിയോപ്പതിയുടെ വളർച്ചയ്ക്കും അതിന്റെ പ്രൊമോഷനും വേണ്ടിയിട്ട് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് IFPHന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ വ്യക്തിപരമായ പിന്തുണയും അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ഒക്കെ പിന്തുണ ഞാൻ അതിൽ അറിയിച്ചുകൊള്ളുന്നു. എനിക്ക് 2-3 വിഷയങ്ങൾ സൂചിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് നമ്മള് എൻട്രൻസ് എഴുതി MBBS അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഒരു ഭൂരിഭാഗം പേര്, ഒരു 90 മുതൽ 95% വിദ്യാർത്ഥികളും ഹോമിയോപ്പതിയിലേക്ക് അല്ല ആയുർവേദത്തില് യുനാനിയിലോട്ട് സിദ്ധയിലോട്ടും പോകുന്നത് MBBS കിട്ടാത്തതുകൊണ്ടെന്നുള്ളൊരു വാസ്തവമാണ്. പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് നമ്മൾ കോളേജിലോട്ട് വരികയും നമ്മൾ ഒരു ഡോക്ടർ ആകണമെന്ന ഒരു ആഗ്രഹത്തിൽ വരികയും പിന്നെ ഹോമിയോപ്പതിയെ പറ്റി മനസ്സിലാക്കുകയും അതിന്റെ സത്യങ്ങളെ മനസ്സിലാക്കുകയും അങ്ങനെ ആ ഒരു കാര്യത്തിലൂടെയാണ് നമ്മൾ ഹോമിയോപ്പതി ഇഷ്ടപ്പെടുകയും നമ്മൾ ആ ഫീൽഡിൽ നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്നാലും ഇനി വരുന്ന ഈ യുവജനങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ എന്ത് സ്കോപ്പ് നൽകാനാകും എന്നതിനെ പറ്റി വളരെ വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്യണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇന്നിപ്പോ NCHന്റെ കടന്നു വരലുണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി വന്നു. പിന്നെ അതുപോലെ തന്നെ പുതിയ CBDC കരിക്കുലം കൊണ്ടുവന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയും എന്നാൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് സ്കോപ്പാണ് നമുക്ക് ഇതിൽ കൊടുക്കാനുള്ളതിനെ പറ്റി നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നില്ല. നമ്മളിപ്പോഴും ഹോമിയോപ്പതിയുടെ പ്രൊമോഷൻ ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നെങ്കിലും ഇന്ന് ഹോമിയോപ്പതിയിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്ന പഠിച്ച് പുറത്തിറങ്ങുന്ന ആൾക്കാർക്ക് എന്ത് തരത്തിലാണ് അവരുടെ സ്കോപ്പ് എന്നുള്ളതിനെ പറ്റി വിശദമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. നമ്മളിപ്പോ എല്ലാവരും പ്രൈവറ്റ് പ്രാക്ടീസ് എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. പക്ഷെ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മൾ തുടക്കകാലത്തൊന്നും ഉണ്ടാകില്ല, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ എങ്കിലും നേരത്തെ ആരോ സൂചിപ്പിക്കുകയുണ്ടായി, ഗവൺമെന്റ് തലങ്ങളിൽ നമുക്ക് കൂടുതൽ വാക്കൻസികൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ 9.5 വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി പുതിയൊരു പ്രൊജക്ട് അനൗൺസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഡിസ്പെൻസറി തുടങ്ങാനോ അനേകം പ്രൊജക്ടുകൾ ആരംഭിക്കാനോ നമുക്ക് അത് സാധിക്കുന്നില്ല. അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഏതൊരു രീതിയിലായാലും ഹോമിയോപ്പതിയെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ അതൊരു വിമുഖത കാണിക്കുന്ന ഒരു സത്യാവസ്ഥ നിലവിലുണ്ട്. പ്രത്യേകിച്ച് ആയുഷ് സിസ്റ്റത്തിന്റെ പ്രൊമോഷന്റെ കാര്യം പറഞ്ഞു. പ്രൊമോഷൻ കാര്യങ്ങൾക്കായാലും ഫണ്ട് വിനിയോഗമായാലും ഇപ്പോ സാമ്പത്തിക പ്രതിസന്ധി എന്തായിക്കോട്ടെ, പക്ഷെ അലോപ്പതി മേഖലയിലേക്ക് ഫണ്ട് ചെയ്യുന്നതിന്റെ ഒരു പകുതി ശതമാനം പോലും ആയുഷ് മേഖലയെ ഫണ്ട് ചെയ്യുന്നില്ല എന്ന് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ യുവജനങ്ങൾക്കുള്ള NRHM NHM നിയമനങ്ങൾ, നാമിലുള്ള നിയമനങ്ങളൊക്കെ പഠിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ന് കാണാക്കണിയായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ ഈ പുതിയ ആൾക്കാർ ഹോമിയോപ്പതിയിലേക്ക് വരണം അല്ലെങ്കിൽ പഠിച്ച് പുറത്തിറങ്ങിയവര് അത് ഹോമിയോപ്പതിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ യുവജനങ്ങൾക്ക് എന്ത് സ്കോപ്പാണ് നമ്മുടെ ഹോമിയോപ്പതിയിൽ നൽകാനാവുന്നതെന്ന് നമ്മുടെ സീനിയർ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള വളരെ വിശദമായി ചർച്ച ചെയ്യും. കാരണം എന്റെ ജൂനിയേഴ്സ് ഉൾപ്പെടെ നമ്മുടെ കൂടെ പഠിച്ചവരുൾപ്പെടെ എന്റെ സീനിയേഴ്സ് ഉൾപ്പെടെ പഠിച്ച് പുറത്തിറങ്ങിയ പലരും ഇന്ന് ഇൻഷുറൻസ് മേഖലയിലേക്ക് കടന്നു പോവുകയാണ്. കാരണം ഇവിടെ സ്കോപ്പില്ല, പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു, അവർക്ക് ആവശ്യമുള്ള ഫണ്ട് കിട്ടാത്തതിനാൽ അവരിന്ന് പല പല മേഖലയിലേക്ക്, എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഹോമിയോപ്പതി വിട്ട് പല മേഖലയിലേക്ക് പോകുന്നു. നമ്മൾ പൊതുജനങ്ങളെ ഹോമിയോപ്പതിയിൽ ആകർഷിക്കാൻ നോക്കുന്ന ഇത് നമ്മൾ ഈ ഹോമിയോപ്പതി പഠിച്ചിറങ്ങുന്നവരെ പോലും നമ്മൾ ഹോമിയോപ്പതിയിൽ നിർത്താൻ പറ്റുന്നില്ല എന്നാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. മറ്റുള്ള പൊതുജനം നോക്കുമ്പോൾ ഹോമിയോപ്പതി പഠിച്ചൊരു ഹോമിയോ ഡോക്ടർ നാളെ ഇൻഷുറൻസ് കമ്പനിയിലും ടെക്നോ പാർക്കിലും ജോലി ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഹോമിയോപ്പതിയുടെ വിലയിരുത്തുകയല്ലേ സാർ? അതുപോലെ തന്നെയാണ് ഈ മെഡിക്കൽ കോളേജുകളിലും ഈ പുതിയ പാഠ്യപദ്ധതിയിലൊക്കെ അനാവശ്യ നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് ദിനം പ്രതി ഓരോരോ NCH ഒക്കെ വീണ്ടും അപ്ഡേഷൻ നടത്തി വിദ്യാർത്ഥികളെ മാനസിക സമ്മർദ്ദത്തിലാക്കുകയാണ്. പ്രത്യേകിച്ചും ഒരുപാട് സിലബസുകള് ഇതുപോലത്തെ ഫാർമക്കോളജി, അലോപ്പതി മെഡിസിൻസിനെ പറ്റി പഠിപ്പിക്കുന്നു, യോഗയെ പറ്റി പഠിപ്പിക്കുന്നു, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിൽ പോലും യൂണിവേഴ്സിറ്റിക്കോ NCHനോ ഒരു വ്യക്തതയില്ല. എന്ത് കോഴ്സാണ് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഫാർമക്കോളജി ആരാണ് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെ ആരാണ് പഠിപ്പിക്കുന്നത് കൃത്യമായി യൂണിവേഴ്സിറ്റിക്കും ഒരു ധാരണയില്ല, NCHനും ഒരു ധാരണയില്ല. അത് പഠിപ്പിക്കുന്ന കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഒരു ധാരണയില്ല. പ്രത്യേകിച്ച് പടിയാറിൽ ഉൾപ്പെടെ നേമത്തുൾപ്പെടെ പല വിദ്യാർത്ഥികൾക്കും ഇവിടെ എക്സാം എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടായി. എക്സാം എഴുതാൻ വേണ്ടി അറ്റൻഡൻസ് അപ്ലോഡ് ചെയ്യുന്ന വിഷയത്തിൽ വരെ അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുന്ന ഈ സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങള് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ ഉണ്ട്. അതൊന്നും പരിഹരിക്കപ്പെടാതെ ഈ പഠിച്ചിറങ്ങുന്നവർക്ക് നമ്മൾ ഇത് പറയാതെ നമ്മൾ ഈ പഠിച്ച് പുറത്തിറങ്ങുന്നവരെ ഹോമിയോപ്പതിനെ നിലനിർത്താനും അവരുടെ സാധ്യതകൾ കണ്ടെത്തി കൊടുക്കാനും നമ്മൾ തീർച്ചയായും ഉണ്ടാകണമെന്ന് മാത്രം ആ ഒരു സജഷൻ മാത്രമാണ് ഇന്ന് ഈ ചർച്ചയിൽ എനിക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണല്ലോ IFPH ഇത് മുൻകൈ എടുക്കുന്നതും
മാത്രമല്ല എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയോടും മുൻപേ പോയവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരെ നിറവേറ്റുക തന്നെ വേണം. അല്ല അതല്ല എങ്ങനെയെങ്കിലും നടന്നോളും, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഈ പറയുന്ന പാലം കടക്കുവോളം നാരായണ എന്നുള്ളൊരു പോളിസി പാടില്ല. ഞാനത് എന്തുകൊണ്ട് പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് ജോലി ചെയ്യുന്ന കോളേജിൽ ഒരു ഇൻസ്പെക്ഷൻ നടന്നു. ഇൻസ്പെക്ഷൻ നടന്നപ്പോൾ ഇൻസ്പെക്ഷന് വന്ന ഒരു ഇൻസ്പെക്ടർ അവർകൾ തിരുവടികൾ എന്ന് വേണമെങ്കിൽ പറയാം, സാറിനോട് ചോദിക്കുകയാണ്, സാർ വേർ ഈസ് യുവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ഇംഗ്ലീഷ് അറിഞ്ഞിടത്തോളം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞത്, സാറേ നീ തന്നെയാണ് എന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഷീസ് എ സ്റ്റുഡൻറ്. പഠിപ്പിച്ച അധ്യാപകനോട് ചോദിക്കുകയാണ് വേർ ഈസ് യുവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന്. അപ്പൊ ഈ ഗുരുത്വദോഷം മുതൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ സാധനം പറഞ്ഞ പോലെ ഈ സിലബസ് കൂടെ മാറ്റി കളിക്കുന്ന ഒരു പരിപാടി വളരെ കുഴപ്പം ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കുറെ കാലം നാക് അക്രഡിറ്റേഷന്റെ പുറകെ ഓടി ഇപ്പൊ CBDC എന്ന് പറഞ്ഞൊരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ തന്നെ വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സിലബസ് ഹെവിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഫണ്ടിന്റെ കാര്യത്തിൽ കുറവ് നേരിടുന്നുണ്ട്. ഇപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അതിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്, നമുക്കൊരു ധാരണയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഇതിലേക്ക് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ എത്ര പേര് ഇപ്പൊ ക്യാമറ ഓപ്പൺ ചെയ്യും? പിന്നെ അവരങ്ങനെ ഫണ്ട് വാങ്ങി. അപ്പൊ നമുക്ക് ആ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഉണ്ടാകണം, നമ്മൾ ഉത്തരവാദിത്വമാണ്. അപ്പൊ തീർച്ചയായിട്ടും IFPHും അതുപോലെ മുതിർന്ന ഡോക്ടർമാരെല്ലാം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. പിന്നെ പഠിച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് നൽകും എന്നുള്ളത്, അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് അത് IFPH ഒരു പ്രോഗ്രാം വെച്ചിരുന്നു. അതായത് ഇതുണ്ടല്ലോ, എന്റർപ്രൈനർഷിപ്പ്. നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളില്ല, എല്ലാം ഗവൺമെന്റ് തലത്തിലേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് വേണം? എന്റർപ്രൈനർഷിപ്പിലൂടെ ടൂറിസം മറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ധാരാളം സാധ്യതകൾ നമുക്കുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് IFPH ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ചർച്ച കൊണ്ട് തന്നെ 1-2 സ്ഥാപനങ്ങൾ വന്നതായിട്ട് അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ഈ കൂട്ടത്തിലെ ഏറ്റവും ഇളമുറക്കാരായ 2 വിദ്യാർത്ഥികളുണ്ട്. അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ പരിഗണന അവർക്കാണ് കൊടുക്കേണ്ടത്. പ്രതിഭ ജോർജിനെ സ്വാഗതം ചെയ്യുന്നു. ഭാവിയിലെ പ്രിൻസിപ്പാളും ഡയറക്ടറും ഒക്കെ ആവേണ്ടവരാണ്. ഓക്കെ, പ്രതിഭ സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യണേ. കേക്കാം, പറഞ്ഞോളൂ. ഞാൻ പ്രതിഭ ജോർജ്, ഫസ്റ്റ് ഇയർ കയറിയതേ ഉള്ളൂ, കുറച്ച് മാസമായുള്ളൂ. അതുകൊണ്ട് കൂടുതലൊന്നും അറിഞ്ഞൂടാ. ഇതുവരെയും നടന്നതിൽ എനിക്കൊരു കംപ്ലൈന്റ്സ് ഇല്ല. പക്ഷെ ഇവര് പറഞ്ഞ പോലെ തന്നെ ഈ കുറെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നതിനെ കുറിച്ച് എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കുറെ ഐഡിയാസ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഭയങ്കര പോപ്പുലർ ആണ് എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ വന്ന് ക്ലാസ്സിൽ വന്ന് ഇതിനെ കുറിച്ച് പറയുമ്പോൾ അവർക്കെല്ലാം ഇതൊന്നും മുമ്പേ കേട്ടിട്ട് പോലും ഇല്ലാത്ത സാധനം പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഓ അങ്ങനെയൊക്കെ ഉണ്ടോ ഹോമിയോപ്പതിയിൽ എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ പബ്ലിക്കായിട്ട് കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. മേരി ബിന്ദു ഡോക്ടറുടെ മോളാണോ? യെസ് സർ. അതെ. അമ്മ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ എല്ലാവരുടെയും രക്ഷകർത്താക്കളെ അവർ അധ്യാപകരും പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മുടെ ദിൻഷ ഡോക്ടറുണ്ട്, വേറെ ആരെയും കണ്ടില്ല. ഷിറാസിന്റെ മോനാണ് റിഷാൻ. അതെ, ഷിറാസിന്റെ മകനാണ് റിഷാൻ. അതാണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ഡയറക്ടർ ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് കാര്യം. എന്തായാലും ഇപ്പൊ പ്രതിഭ ഈ പറഞ്ഞ നമുക്ക് പുതിയ ആളായത്, എന്നിരുന്നാൽ പോലും 10-15 വർഷമായിട്ട് ഹോമിയോപ്പതി പറ്റി കേൾക്കുന്നുണ്ടാവുമല്ലോ. വേണ്ടത്ര പബ്ലിസിറ്റി പോരാന്നുള്ളത് തന്നെയാണ് എനിക്ക് ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യം തന്നെ പല ഗ്രൂപ്പുകളിൽ ഇട്ടിരുന്നു. എത്ര പേര് കണ്ടു, എത്ര പേര് റെസ്പോണ്ട് ചെയ്തു. അപ്പൊ ഈ പബ്ലിസിറ്റി കുറയുന്നതിന് ആരാ കാരണക്കാരൻ? നമ്മൾ തന്നെയാണ്, അല്ലേ? ആരെങ്കിലും നല്ല കാര്യം ഒരു കൈയടിക്കാൻ അല്ലെങ്കിൽ കൊള്ളാം എന്ന് പറയാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ കുറച്ച് കാലം മുമ്പ് ഒരു റെസിഡൻസ് അസോസിയേഷൻ മീറ്റിങ്ങിന് പോയപ്പോൾ കണ്ടൊരു ദയനീയമായ കാഴ്ച എന്ന് പറഞ്ഞാൽ, അവിടെ എന്തോ സ്കൂൾ കുട്ടികൾക്ക് എന്തോ സമ്മാനം കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ കൈയടി ചില മേഖലകൾ മാത്രം, മമ്മി ആൻഡ് മീ. മനസ്സിലായില്ലേ? എന്റെ ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ മഹാഭാരത യുദ്ധം തുടങ്ങുന്നത് തന്നെ നിന്റെ എന്റെ എന്നാണ്. അപ്പം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ മാമക പാണ്ഡവാശ്ചൈവ കിമകുറോ സഞ്ജയ്. അതായത് കുരുക്ഷേത്രത്തിൽ നിൽക്കുന്ന എന്റെയും പാണ്ഡുവിന്റെയും മക്കൾ എന്ത് ചെയ്തു? അപ്പൊ എന്റെയും നിന്റെയും എന്നൊരു ചോദ്യത്തിൽ തന്നെ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് ഐശ്വര്യയിലേക്ക് പോവാം. അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാമോ? കേൾക്കാം. നമസ്കാരം, എന്റെ പേര് ഐശ്വര്യ. ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്തിലെ വൈസ് ചെയർപേഴ്സൺ വുമൺ ആണ് ഇപ്പോഴത്തെ.
ഫസ്റ്റ് ഓഫ് ഓൾ മനോജ് സാറിനോട് അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു അവസരം പങ്കെടുക്കാൻ ഒരു അവസരം തന്ന എല്ലാവരോടും ഒരു നന്ദി. ഇപ്പം സാജൻ ഡോക്ടറും അതുപോലെ തന്നെ മറ്റു ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞതുപോലെ ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന പല കുട്ടികൾക്കും എന്താണ് ഹോമിയോപ്പതി, അല്ലെങ്കിൽ ഈ ഹോമിയോപ്പതി കഴിഞ്ഞതിന് ശേഷം എന്താണെന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോഴും പലരുടെയും മനസ്സിൽ. ഇപ്പൊ ചിലര് വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ആ ഒരു എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലിസം, അതുപോലെ തന്നെ പേഷ്യന്റിനെ ഒരു ഹോൾ ആയിട്ട് ക്യൂർ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് മനസ്സിലാക്കി അവർ ഇതിനോട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനായാലും അങ്ങനെ വന്നൊരു വ്യക്തിയാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ മിക്കവരും MBBS കിട്ടാതെ മറ്റു മേഖലകളിലോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഞാനതുപോലെ MBBS കിട്ടാതെ വന്നതാണ്. പക്ഷെ ഇവിടുത്തെ ഈ ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ കേസ് ടേക്കിംഗ്, ഒരു മനുഷ്യനെ മൊത്തത്തിൽ ട്രീറ്റ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം കണ്ടിട്ടാണ് ഹോമിയോപ്പതിയിലോട്ട് കൂടുതൽ ഒരു ഇഷ്ടം തോന്നുകയും അങ്ങനെ ഇപ്പം ഈ ഒരു എക്സിസ്റ്റിംഗ് ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാവർക്കും ആ ഒരു തലത്തിൽ എത്താൻ സാധിച്ചെന്ന് വരില്ല. അപ്പം കുട്ടികളെ കുറച്ചുകൂടി എന്തുകൊണ്ടാണ് നമ്മൾ ഹോമിയോപ്പതി പ്രൊമോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇത് പഠിക്കുന്നത് എന്നുള്ള കുറച്ചുകൂടെ ഒരു ബോധം കുട്ടികളിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചാൽ, അതുപോലെ തന്നെ ഇവർ പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തൊക്കെ ചെയ്യാം. ഇപ്പൊ നമ്മള് നോക്കിയാൽ അറിയാം, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, സാധാ അലോപ്പതി ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ പ്രൈവറ്റ് അലോപ്പതി ഹോസ്പിറ്റൽസ് ഒരുപാടുണ്ട്. പക്ഷെ ഒരു പ്രൈവറ്റ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ ഉണ്ടോ ട്രിവാൻഡ്രത്തായാലും മറ്റു സ്ഥലത്തായാലും ചോദിച്ചാൽ അത് കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം ഇപ്പൊ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇനി എന്തെന്നൊരു ചോദ്യം അവരുടെ മനസ്സിൽ എന്നും നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റണം. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് ക്രോണിക് ഡിസീസുകൾക്ക് വേരോടെ ഒരുപാട് വലിയ അസുഖങ്ങളെ മാറ്റാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ഹോമിയോപ്പതി. പക്ഷെ പൊതുജനങ്ങളിലോട്ട് ഇപ്പൊ നമുക്കൊരു അസുഖത്തെ വേരോടെ നശിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പെട്ടെന്നുള്ള ഒരു ക്യൂർ അല്ലെങ്കിൽ ഒരു ചികിത്സാ രീതിയല്ല, കുറച്ച് സമയമെടുത്ത് മൊത്തത്തിൽ ആ ഒരു അസുഖത്തിനെ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കാര്യം നമുക്ക് പൊതുജനങ്ങളിലോട്ട് എത്തുന്നില്ല. പിന്നെ എനിക്ക് പറയാന്ന് വെച്ചാൽ ഇപ്പം സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. കൂടുതൽ നമ്മുടെ ഇപ്പം ഫോൺ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ റീല് കാണാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ഈ സമൂഹത്തിൽ. ഇപ്പം ഞാൻ ഇന്നാള് ഇങ്ങനെ റീൽസ് കണ്ടോണ്ടിരുന്നപ്പം അതിനകത്തൊരു ഇൻഫ്ലുവൻസർ ഇതുപോലെ ഞാൻ എന്റെ ഒരു തലവേദന ഇന്നൊരു ഹോമിയോപ്പതി ക്ലിനിക്കിലാണ് ചികിത്സിച്ച് മാറ്റിയതെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ആ ഹോമിയോപ്പതി ക്ലിനിക് അന്വേഷിക്കാത്ത ആ ഒരു കമന്റ് സെക്ഷനിൽ ആരും തന്നെ ഇല്ല. അപ്പൊ ഹോമിയോപ്പതി കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതും വളരെ പ്രമുഖമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അത് ജനങ്ങളിലോട്ട് എത്തിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളിലോട്ട് എത്തിക്കണം. പക്ഷെ അത് അവർക്ക് ആകർഷകമായ രീതിയിൽ എന്തുകൊണ്ട് അവർ ഹോമിയോപ്പതി ചൂസ് ചെയ്യണം, ആ ഒരു ട്രീറ്റ്മെന്റ് ചൂസ് ചെയ്യണം എന്നുള്ള ആകർഷകമായ രീതിയിൽ എത്തിക്കാൻ സാധിച്ചാൽ അത് തലമുറയെ കുറച്ചുകൂടി ബെനിഫിറ്റ് ചെയ്യുമെന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. വളരെ ഉറച്ച ശബ്ദമാണ്, നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. കഴിവുള്ള ആളുകൾ റൈറ്റ് പേഴ്സൺ റൈറ്റ് പൊസിഷൻ എന്ന് പറയേണ്ടി വരും. നല്ലൊരു ഭാവി ഉണ്ടാകും തീർച്ചയാണ്. ഇപ്പൊ ഐരാണിമുട്ടത്ത് ഗവൺമെന്റ് കോളേജിൽ മുമ്പ് ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ നമ്മുടെ ഒരു ഏകലവ്യ ആശ്രമത്തിൽ ഒരു സ്വാമിയുണ്ട്, പേര് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഈ ചവറായാലും കവറിൽ പൊതിഞ്ഞു കൊടുക്കണമെന്ന്. മനസ്സിലായില്ലേ? അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ചവറാണെങ്കിലും കവറിൽ. അപ്പൊ നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പൊതിഞ്ഞു കൊടുക്കുക അറിഞ്ഞുകൂടാ. അപ്പൊ ഇപ്പൊ തന്നെ നിസ്സാരമായ ചില കേസുകൾ പോലും അടുത്ത ദിവസം പത്രസമ്മേളനം വിളിച്ചു കൂട്ടുകയും പത്രക്കാരുടെ മുമ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ പത്രം നോക്കുക, മേജർ ഹോസ്പിറ്റലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏതെങ്കിലും സ്ഥാപനം ഏതെങ്കിലും ഡോക്ടറോ ചെയ്യുന്നുണ്ടോ? ചെയ്താൽ വരൂല എന്നുള്ളൊരു കാര്യം നമ്മൾ അവഗണിക്കില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും മാധ്യമങ്ങളുമായിട്ട് നല്ലൊരു കണക്ഷൻ നമുക്ക് ആവശ്യമാണ്. IFPHന്റെ പ്രോഗ്രാമിൽ ധാരാളം മാധ്യമ പ്രവർത്തകർ വന്നിട്ടുണ്ട്, അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ദിൻഷ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ദിൻഷയ്ക്ക് ഒരു പ്രത്യേക സല്യൂട്ട് ഉണ്ട്. കാരണം പൊതുവെ അവിടുത്തെ ആരും തന്നെ ഇതൊന്നും തയ്യാറാവുന്നതല്ല. പക്ഷെ ഡോക്ടർ ദിൻഷ എന്തായാലും വന്നിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ ഓഫീസർ ആയിരുന്നു ഡോക്ടർ ദിൻഷ. അത് കഴിഞ്ഞ് മേരി ബിന്ദു ഡോക്ടർ അഭിപ്രായം കൂടെ കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം. താങ്ക് യു സർ. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നതാണ്, അതിനുശേഷമാണ് ഇപ്പം കോളേജിലോട്ട് വന്നത്. അപ്പൊ എനിക്കൊരു 8 years എക്സ്പീരിയൻസ് ഡിപ്പാർട്ട്മെന്റിലും പേഷ്യൻസുമായിട്ടും ഉണ്ട്. ഈ പറയുന്ന കണക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ഒരു പാഷൻ അതാണ് സത്യത്തില് ഇപ്പം നമ്മളെ ആ ഒരു ലെവലിൽ എത്തിക്കുന്നത്. അതായത് ഞാൻ എങ്ങനെയാണ് BHMS പഠിച്ചത്, അതായത് വിദ്യാധിരാജ പഠിച്ച സ്റ്റുഡന്റ് ആണ്. അപ്പൊ ശരിക്കും അവിടെ തൊട്ടേ ഒരു പാഷൻ ആയിരുന്നു എനിക്ക് ഹോമിയോപ്പതി. ആദ്യം ഈ പറയുന്ന കണക്ക് നമ്മളല്ലാതെ വന്നത് തന്നെ, നമ്മള് MBBS കിട്ടാതെ വന്നത് തന്നെ. പക്ഷെ ഇവിടെ വന്നപ്പം പുതിയ കോളേജാണ്, അന്നത്തെ ടീച്ചേഴ്സ് ആയാലും
എല്ലാവരും നമ്മൾ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ അന്ന് മുതലേ കൊണ്ടു നടന്ന ഒരു പാഷൻ, അതുകൊണ്ട് ആ ഒരു പാഷൻ ആ ഓർഗനോണിനോട് അല്ലെങ്കിൽ ഹനുമാന്റെ പ്രിൻസിപ്പൾസിനോടുള്ള ഒരു പാഷൻ കാരണം മാത്രമാണ് ഇപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനും എനിക്ക് ഉപകാരപ്പെട്ടത്. കാരണം ഞാൻ ജസ്റ്റ് 2 മാസം മാത്രം ഇരുന്നാണ് അതിന് വർക്ക് ചെയ്തത്. പക്ഷെ ആ പ്രിൻസിപ്പിൾസ് ഒന്നും ഒരിക്കലും പ്രാക്ടീസിൽ ഞാൻ മാറ്റി നിർത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വായിക്കുമ്പോഴും പെട്ടെന്ന് നമുക്കെല്ലാം നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ പഠിക്കുമ്പോഴും അത് അപ്ലൈ ചെയ്തത് കൊണ്ടാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ തന്നെ പറ്റിയത്. അതുപോലെ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. എൻ്റെ 2 സ്റ്റുഡൻസ് ആണ്, എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻസ് ആണ്. അവരോട് പറഞ്ഞപ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് തന്നെ എടുത്തത്, ഐശ്വര്യയും പ്രതിഭയും. അവർ ക്ലാസ്സിലും വളരെ നല്ല ഇതാണ്. പക്ഷെ പറയുന്നത് പോലെ ചില കുട്ടികൾ ഇപ്പോഴും വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് അവർ ഇതിൽ വന്നു പോയല്ലോ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഇപ്പോഴും കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും ആലോചിക്കാറുണ്ട്, വന്നു പോയി എന്നിട്ടും അവര് എന്തുകൊണ്ട് ഇത് തിരിച്ചറിയുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറയുന്നുണ്ട്, പക്ഷെ എന്നാലും അവർക്ക് അങ്ങോട്ട് ഒന്നും അത്ര വിശ്വാസം പോരാ. പോയ ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും സാറിന് ഒത്തിരി താങ്ക്സ്. ഇങ്ങനെ എൻ്റെ 2 സ്റ്റുഡൻസിനെ എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയതില്. ഓക്കെ സാർ എന്നും ഒരു ഭയങ്കര ഒരു മോട്ടിവേറ്റർ ആണ്. ശരി, താങ്ക് യു സാർ. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അടുത്താണ്. അവിടുത്തെ ഒരുപാട് കസർത്തുകളും കവാത്തുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകണം തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഈ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ എന്താ പറയാ, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത ചികിത്സ ഏതാണോ അതിലേക്ക് താല്പര്യമുള്ളൂ. അപ്പൊ നമുക്ക് ഡോക്ടർ മേരി ബിന്ദു, ഷിറാസ് ഡോക്ടർ റെഡി ആയിരിക്കുക. പ്രാക്ടീസിന് തിരക്കിലാണെന്ന് അറിയില്ല, എന്നാലും ഡോക്ടർ മേരി ബിന്ദു അൺമ്യൂട്ട് ചെയ്. അൺമ്യൂട്ട് ചെയ്യാമോ? ആദ്യമായിട്ട് ക്ലിനിക്കിനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ചതിന് മേരി ബിന്ദു ഡോക്ടർ പ്രത്യേക അഭിനന്ദനം. ഞാൻ എന്തുകൊണ്ട് എടുത്തു പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത കാലത്ത് ഒരു മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസർ നമ്മുടെ കല്ലുവാതുക്കൽ ഡിസ്പെൻസറി, നമ്മുടെ ശൈല ഡോക്ടർ ഡിസ്പെൻസറി ആണെന്ന് അവിടെ പോയിരുന്നു. അപ്പൊ അദ്ദേഹം ഒന്ന് പറഞ്ഞാണ്, ശരിക്കും പറഞ്ഞാൽ അകത്ത് വരുമ്പോൾ കിംസ് ഹോസ്പിറ്റൽ പോലെ ഉണ്ടെന്ന്, അത്ര ഭംഗിയായിട്ടുണ്ടെന്ന്. അപ്പൊ ഈ ഒരു ലെവലിൽ എത്തിച്ച എന്തുകൊണ്ടാണ് നമ്മുടെ ഡോക്ടർമാരെ അർപ്പണബോധം തന്നെയാണ്. മേരി ബിന്ദു സംസാരിക്കാം. ഞാൻ തിരുവല്ല ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടറാണ്. ശരിക്കും ഹോമിയോപ്പതിയിൽ ഞാൻ എത്തുന്നത് MBBS മാത്രം പ്രതീക്ഷിച്ച്, ഞാൻ എൻ്റെ പേരിനെ തന്നെ MBBSന് മേരി ബിന്ദു ബെനഡിക്റ്റ് സുധാമന്ദിരം എന്ന് എഴുതുന്ന പോലെ കുഞ്ഞിലേ തന്നെ ആര് ചോദിച്ചാലും ഡോക്ടർ ആകണമെന്ന് പറയും. അന്ന് എനിക്ക് MBBS മാത്രമേ അറിയത്തുള്ളൂ, ഹോമിയോ അറിയത്തില്ല. പക്ഷെ ചേച്ചി ഫോം പൂരിപ്പിച്ച് അയച്ചു. അതിന്റെ പേരിൽ ഈ BHMSന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു എന്തോ ഈ BHMS എന്ന്. അപ്പൊ അങ്കിളുടെ മോൻ പറഞ്ഞ് ചിക്കൻ ബോക്സിലുള്ള മരുന്നാണെന്ന്. ഇത് മാത്രം കേട്ടിട്ട് ഒട്ടും ഇഷ്ടമില്ലാതെ ഹോമിയോ കോളേജിൽ ഞാൻ ജോയിൻ ചെയ്യുകയാണ്. അപ്പം ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 2 മണി വരെ ഡിബേറ്റ് ആണ്. ഏറ്റവും കൊള്ളാത്ത സിസ്റ്റം ഞാനും, ഏറ്റവും നല്ല സിസ്റ്റം എന്ന് ഹോമിയോപ്പതി ബേസ് ഉള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ശരിക്കും ഇങ്ങനൊരു ഡിബേറ്റ് തുടങ്ങി ഒരു 3 മാസം ആയപ്പം മുരളി സാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സാർ ഇങ്ങനെ ഓരോ കേസുകൾ കാണിച്ചു തന്നിട്ട് ശരിക്കും ഒരു വളരുന്ന സിസ്റ്റമാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നുണ്ട്. മറ്റ് സിസ്റ്റം വളർന്നതാണ്. അപ്പൊ എനിക്ക് ഇതിൽ ഒത്തിരി ചെയ്യാനുണ്ടെന്ന് പറയുന്ന ഓരോ പോയിന്റ്സും പതുക്കെ എന്റെ മനോട്ട് കയറുന്നുണ്ട്. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചേച്ചിക്ക് ലെറ്റർ എഴുതി. കാര്യം എൻ്റെ അമ്മ ചെറുതിലേ മരിച്ചു പോയതുകൊണ്ട് ചേച്ചിയെല്ലാം ചെയ്യുന്നത്. അപ്പൊ ചേച്ചിക്ക് ലെറ്റർ എഴുതി, ഇനി ഞാൻ അടുത്ത എൻട്രൻസ് എഴുതുന്നില്ല. അപ്പൊ ചേച്ചി പറയാ 3 മാസം കഴിഞ്ഞപ്പം എൻട്രൻസ് എഴുതുന്നില്ല, ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ പഠിക്കുന്നില്ലെന്ന് പറയുമെന്ന് പറഞ്ഞ് വളരെ രൂക്ഷമായിട്ട് എനിക്ക് ലെറ്റർ തിരിച്ചെഴുതുക. പക്ഷെ ഞാൻ അവിടെ നിന്നുകൊണ്ട് പതുക്കെ ഫസ്റ്റ് ഇയർ തൊട്ടേ വീട്ടിലുള്ള എല്ലാരെയും ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാ, ഫസ്റ്റ് ഇയർ തൊട്ട്. പക്ഷെ ശരിക്കും പിന്നത്തെ പോക്കെന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ഇനി വെറുതെ MBBS എനിക്ക് തന്നാലും എനിക്ക് വേണ്ട എന്നുള്ള നിലപാടായി. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഹോമിയോപ്പതി മനസ്സിലേറിക്കൊണ്ട് ഇന്നും ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഇൻഡിവിജ്വലൈസേഷനും അത് നൽകുന്ന പ്രയോജനവും നമ്മുടെ ജീവിതത്തിലൂടെ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ. ശരിക്കും പറഞ്ഞാൽ അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ ഒത്തിരി ഉണ്ടാകും. പിന്നെ കൊച്ചു പറഞ്ഞതുപോലെ ഈ റീലിലൂടെ ഒക്കെ കാണിക്കാൻ ഇനിയുള്ള തലമുറ ഓരോന്ന് ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ശരിക്കും നിങ്ങൾക്കെല്ലാം നല്ല ഭാവിയുണ്ടെന്ന് ഉറപ്പുണ്ട്. അത് ഓരോരുത്തരും തന്നെത്താൻ മോൾഡ് ചെയ്തെടുക്കണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. മേരി ബിന്ദുവിന്റെ ഫേസ് കാണാൻ പറ്റുന്നില്ലല്ലോ. യു സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദ ലൈറ്റ്. അങ്ങനെ ഇരിക്കും, ഇപ്പോഴല്ലേ കാണാൻ പറ്റുന്ന മുഖം. മേരി ബിന്ദു ഡോക്ടർ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയം കുറവാണ്, അതാണ് എപ്പോഴും ഇങ്ങനെ ബിസി. ഡോക്ടർ ഷിറാസ് ഡോക്ടർ ഉണ്ടോ? സംസാരിക്കുന്നുണ്ടോ ഡോക്ടർ ഷിറാസ്?
ഇവർ അച്ഛനും മോനും നല്ല പാട്ടുകാരാണ്, നല്ല ഒന്നാം തരം ഗായകരാണ്. മാത്രമല്ല സ്പോർട്സ് താരമാണ്, ടെന്നീസ് കളിക്കുകയൊക്കെ വളരെ കായിക താരങ്ങളാണ്. അപ്പോ സുധാസ് ഡോക്ടർ ഒന്നും പറയുന്നില്ല. അപ്പൊ നമുക്കൊരു കാര്യം, ഇനി ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിങ്ങളുടെ പരിഹാരമായിട്ട് നിങ്ങൾക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത്? അല്ലേ, നമ്മളിപ്പോ രോഗത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഇനി ചികിത്സ വേണമല്ലോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ സക്സസ് രോഗി മരിച്ചു എന്നാവൂല. അപ്പൊ അതുകൊണ്ട് ഒരു മിനിറ്റ് മനോജ് ഡോക്ടറെ, പറയൂ. നിങ്ങളുടെ ഈ പറഞ്ഞ എല്ലാവരും പല പ്രശ്നങ്ങൾ പറഞ്ഞു, സാജൻ ഡോക്ടർ ഉൾപ്പെടെ. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും IUPHനെയും IUPHന്റെ ഭാരവാഹികളെയും മനോജ് ഡോക്ടർ ഉൾപ്പെടെ എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. IUPH നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനായിട്ട് കൂടെ ഉണ്ടാകുമെന്ന് IUPHന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. നിങ്ങൾ നമ്മളോട് സഹകരിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന്, ഇപ്പോൾ വിദ്യാലയങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയണമെന്നില്ല. അപ്പോൾ നമ്മളെ അറിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്, നിങ്ങളത് ചെയ്യണം. നിങ്ങളോടൊപ്പം എന്നും IUPH ഉണ്ടാകും എന്ന് മാത്രം ഉറപ്പ് നൽകുന്നു. അപ്പോൾ നമുക്കൊരു ടീമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ അകത്ത് മറ്റൊന്നും നോക്കേണ്ടതില്ല. ഹോമിയോപ്പതി മനുഷ്യരാശിയുടെ ഉപയോഗത്തിനായിട്ട് മാറ്റുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പരിഹാര മാർഗങ്ങളിൽ തിരിച്ചു പോകാം. ഡോക്ടർ ഐശ്വര്യ, എന്താ പറയാനുള്ളത്? സാർ, എനിക്ക് പറയാന്ന് വെച്ചാൽ കുട്ടികൾക്ക്, അതായത് ഇപ്പം കേറുന്ന കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഓറിയന്റേഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിലും ലൈക്ക് ഇപ്പൊ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ BHMS കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാമെന്നുള്ളൊരു ആശങ്കയാണ് എല്ലാവരുടെയും മനസ്സിൽ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തിനെങ്കിലും പോണോ? അപ്പൊ ശരിക്കും ആ ഒരു പാഷൻ, ദിൻഷാ പറഞ്ഞാല് ശരിക്കും ഒരു പാഷൻ ഇല്ലാത്ത ഒരാളാണ് ഈ ഒരു 5 വർഷം പഠിച്ചു കഴിയുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു പേരിന് വേണ്ടി ഒരു ഡോക്ടർ ആവാൻ നല്ലത് ഒരു നല്ല ഡോക്ടർ ആവാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിനെ കറക്റ്റ് ആയിട്ട് ഫുള്ളി ക്യൂർ ചെയ്യുന്ന ഒരു ഡോക്ടർ ആവാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയമാണ്. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ അവയർനെസ്, അല്ലെങ്കിൽ ഹോമിയോപ്പതി ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇനി നമ്മൾ ഈ ഒരു ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു അവയർനെസ് ക്ലാസ്, അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇപ്പൊ പേഷ്യൻസിന്റെ ഇപ്പൊ ക്രോണിക് ഡിസീസസ് ട്രീറ്റ് ചെയ്യുന്നുള്ള കേസുകൾ കാണിച്ചു കൊടുത്താത്ത അത്തരത്തിലുള്ള രീതിയിൽ ഒരു അവയർനെസ് ക്ലാസ് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് അറേഞ്ച് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം സോഷ്യൽ മീഡിയ കാലമാണ്. അപ്പം റീൽസിനുപരി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രമുഖരെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് നമുക്കിങ്ങനെ നമ്മുടെ സിസ്റ്റത്തിനെ കുറച്ചുകൂടി ഒന്ന് ഉയർത്തിക്കാട്ടാൻ പറ്റും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു പ്രൊമോഷൻ കിട്ടും. അതുപോലെ തന്നെ ജനങ്ങൾ അറിയാം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു റൂട്ടിൽ നിന്ന് ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ജനങ്ങളെ കുറച്ചുകൂടി അറിയിക്കാനുള്ള ഇത് ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ IUPH ആ രീതിയിൽ തന്നെയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ഉണ്ടായിരുന്നു, അതിനകത്ത് പങ്കെടുത്തിരുന്നത് ഒന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് നമ്മുടെ ജ്യോതിലാൽ സാറ്, പിന്നെ PMS മെഡിക്കൽ കോളേജിന്റെ ചെയർമാൻ ഡോക്ടർ താഹ. അദ്ദേഹം പറഞ്ഞാണ്, ഞാനിപ്പോ കിടപ്പിലാകേണ്ട ഞാൻ ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാൽ എണീറ്റ് കിടക്കുന്നത്. അപ്പൊ അതിനപ്പുറം എന്ത് പ്രൊമോഷനാണ് വേണ്ട? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത്തരം IUPHന്റെ അല്ല ഇതുപോലത്തെ സംഭവങ്ങൾ ഡോക്ടർമാരല്ലാത്ത സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുക. നമുക്കത് ചെയ്യാൻ കഴിയും, നമ്മളിൽ നിന്നാണ്. അപ്പൊ എന്താണ്, നമ്മൾ ആദ്യം ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പം ആ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. പ്രതിഭ എന്താ പറയുന്നു? സ്റ്റുഡൻസിന് കൂടുതൽ അവയർനെസ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് എനിക്ക് താല്പര്യം. കാരണം ഇപ്പൊ കേറിയിട്ടുള്ളവർക്ക് തന്നെ ഇത് തന്നെ ചെയ്യണമെന്നുള്ള താല്പര്യം വരെ കുറവാണ്. അതുകൊണ്ട് മോർ ദാൻ പബ്ലിക് എനിക്ക് സ്റ്റുഡൻസിന്റെ അടുത്ത് പറയണമെന്നാണ് ഉള്ളത്. ഓക്കെ, അതാണ് പറയാനുള്ളത്. അപ്പൊ അതൊരു ഈ പറഞ്ഞ കണക്കാണ് പലപ്പോഴും നമ്മളല്ലേ കുഞ്ചൻ നമ്പ്യാരല്ലേ എംബ്രാനപ്പം കട്ടുപൂച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അതല്ലാത്ത കുറെ ആൾക്കാര് നമുക്ക് ആ റോളിലേക്ക്, അധ്യാപകന്റെ റോളിലേക്ക് വരാൻ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് അതിന്റെ ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത് നമുക്ക് മേഘയിലേക്ക് പോകാം. മേഘ, ഹലോ, കേൾക്കാം. എനിക്കും പറയാനുള്ള ഇതാണ്. ആദ്യം സ്റ്റുഡൻസിന് ഇപ്പൊ ഫസ്റ്റ് ഇയർ കയറുമ്പോ തന്നെ എല്ലാരും വെറുക്കുകയാണ്. കാരണം ഹോമിയോപ്പതി ഒരു 5.5 വർഷം കഴിഞ്ഞിട്ട് എന്താണ് അടുത്തത് ചെയ്യുന്നത്? PG, മെഡിക്കൽ ഓഫീസർ, അങ്ങനത്തെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അതും തന്നെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇപ്പം ഓരോ കോളേജിന് 8 സീറ്റ് വീതമേ ഉള്ളൂ. പക്ഷെ അറ്റൻഡ് ചെയ്യുന്നത് ഒരു 10,000 സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അത് തന്നെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടാണ് സീറ്റ്സ്.
അതിനുശേഷം വേറെ എന്താണ് ഓപ്ഷൻ? PSC എഴുതി ഓഫീസർ, മെഡിക്കൽ ഓഫീസർ ആയിട്ടാവാം. അങ്ങനെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ജോബ്സുകൾ. പക്ഷെ മിക്കവരും ക്ലിനിക്സ് ഇടുന്നുണ്ട്. ക്ലിനിക്സ് തന്നെ എത്ര പേർക്ക് പിക്കപ്പ് ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ആണ്. അപ്പം അത് തന്നെ സ്റ്റുഡൻസ് ഇങ്ങനെ ആലോചിച്ച് വരുമ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് പോലെയാണ് അവരത് നോക്കുന്നത്. ഹോമിയോപ്പതി എന്തിനാണ് ചേർന്നത്? ഫസ്റ്റ് അപ്പം സ്റ്റുഡൻസിന് തന്നെ ഒരു ഹോമിയോപ്പതിനെ കുറിച്ചൊരു അവയർനെസ്, അവര് ഡെഡിക്കേറ്റഡ് ആയിട്ട് നല്ലൊരു ഹോമിയോപ്പതി ഫിസിഷ്യൻ ആയിട്ട് അവർ മാറണമെങ്കിൽ ഫസ്റ്റ് ഹോമിയോപ്പതിയുടെ ആ ബേസിസ്, എങ്ങനെയാണ് ഹോമിയോപ്പതി ഒരു പേഴ്സണെ ഇൻഡിവിജ്വലൈസേഷൻ വഴി ട്രീറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഫസ്റ്റ് സ്റ്റുഡൻസിന് ആദ്യം ഒരു അവയർനെസ് കൊടുക്കണം. ഫസ്റ്റ് നമ്മളൊരു മാനിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം പേഷ്യന്റിന് വിശ്വാസം വരുന്നതിനെക്കാട്ടും ഫസ്റ്റ് നമുക്ക് ഒരു ഫിസിഷ്യനും ഫസ്റ്റ് ഒരു വിശ്വാസം വരണം. എന്നാലേ പബ്ലിക്കിന് പിന്നെ ഒരു വിശ്വാസം വരത്തുള്ളൂ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ, അതായത് കേസ് ടേക്കിംഗ് തറവായിട്ട് എടുക്കുക, സിംറ്റം സിമിലാരിറ്റി വെച്ച് വിത്ത് ഹെൽപ്പ് ഓഫ് റെപ്പർട്ടറി, നമ്മൾ ഒരു കറക്റ്റ് മെഡിസിൻ എത്രമാത്രം നമ്മൾക്ക് കറക്റ്റ് മെഡിസിൻ കൊടുക്കുന്നു, അപ്പോഴേ പബ്ലിക്കിന് ഒരു വിശ്വാസം വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ മാത്രമേ നമുക്ക് ഒരു സ്പ്രെഡിങ് ഓഫ് അവയർനെസ് പബ്ലിക്കിന്റെ ഇടയിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇപ്പം ക്യാൻസറസ് കണ്ടീഷനിൽ തന്നെ അഡ്വാൻസ് സ്റ്റേജസിലൊക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മൾ പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ്, ഏർലി സ്റ്റേജസിലൊക്കെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ കുറെ പേര്, ഇപ്പം മെജോറിറ്റി ഓഫ് ആൾക്കാർ തന്നെ മോഡേൺ മെഡിസിൻ, ആയുർവേദം അതിനൊക്കെ പോയിട്ട് വന്ന് അവസാനം ഒരു സർജിക്കൽ സ്റ്റേജിൽ വരുമ്പം, ഇല്ലെങ്കിൽ ഒന്നും നടക്കാത്ത ഫെയിലിയറിലോട്ട് പോകുമ്പോൾ മാത്രമാണ് ഹോമിയോപ്പതിയിൽ വരുന്നത്. അപ്പൊ ആദ്യം തന്നെ സർജിക്കൽ അതിലിട്ടും പോവാതെ നമ്മളുടെ ഹോമിയോപ്പതിക് തെറാപ്യൂട്ടിക്സ് വെച്ച് തന്നെ ക്യാൻസറസ് കണ്ടീഷനൊക്കെ എത്രയോ ക്യൂർ ആയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ ഞാനൊരു സെമിനാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്ട്രിക്ട് സെമിനാർ, IHK നടത്തിയ ഒരു സെമിനാർ. അതിൽ തന്നെ ഓരോ ഹോമിയോപ്പതിക് ഡോക്ടേഴ്സും കുറെ കേസസ് കാണിച്ചു തന്നായിരുന്നു. അലോപ്പതിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ കുറെ കേസസ് പോലും നമ്മുടെ ഹോമിയോപ്പതി കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഒന്ന് പബ്ലിക്കായിട്ട്, ഒരു പബ്ലിക്കിന് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹോമിയോപ്പതിനെ കുറിച്ചൊരു അവയർനെസ് ജനങ്ങളിൽ എത്തിക്കണം. അതിപ്പം പറഞ്ഞതുപോലെ തന്നെ റീല്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ വഴി റീൽസില്, പിന്നെ ന്യൂസിലൊക്കെ കാണിക്കുന്നൊക്കെ, ന്യൂസ് പേപ്പറിലൊക്കെ വരുന്ന പോലെ അത്ര ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പബ്ലിക് അവയർനെസ് കൊടുത്താൽ മാത്രമേ അവർക്കും കൂടി ഈ ഹോമിയോപ്പതി സിസ്റ്റത്തിലോട്ട് ഒരു വിശ്വാസം വരത്തുള്ളൂ. അതിനകത്ത് വിദ്യാർത്ഥികൾ എന്നൊരു വലിയൊരു എണ്ണമുണ്ട്. ആ വിദ്യാർത്ഥികൾ തന്നെ മുൻകൈ എടുക്കുകയൂടെ ചെയ്യാൻ, നിങ്ങൾക്ക് ഇതുമായിട്ട് കൂടുതൽ ബന്ധമുള്ളവരാണ്, നിസ്സാരമായിട്ട് റീലൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ മുൻകൈ എടുക്കുമെന്ന് ആശിക്കുന്നു. ഗ്രീഷ്മ, എന്താ പറയാനുള്ളത്? സാർ, എനിക്ക് ഇതുപോലെ പറയേണ്ടത്, അതായത് സക്സസ് കേസ് ഉള്ളത് മൊത്തത്തില് ആൾക്കാരെ അറിയിക്കുക. അതായത് ഇപ്പം ഒരാൾക്ക് ഇപ്പൊ ഒരു കേസ് സക്സസ് ആയി, അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഹോമിയോപ്പതി അവർക്ക് എങ്ങനെ യൂസ് ആയെന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ആ ഒരു ഇതും, പിന്നെ ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ് ആയാലും, പിന്നെ മെയിൻ ആയിട്ട് സ്റ്റുഡൻസ്, നമ്മൾ പഠിക്കുന്ന കുട്ടികൾ, അവരും മെയിൻ ആയിട്ട് മുൻഗണന എടുത്തിട്ടാ ഇത് ഇതാക്കുക. നമ്മുടെ ഹോമിയോപ്പതിനെ അതിൻ്റെതായ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റൂ. ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മറ്റു സിസ്റ്റത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സിസ്റ്റം. അപ്പം ഇതിന് കുറെ ഡിസീസ് കണ്ടീഷൻ, പാലിയേഷൻ ആയിട്ട് നമുക്ക് ഹോമിയോപ്പതിനെ കൊണ്ടെത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ക്യൂറാ നമ്മുടെ ഹോമിയോപ്പതി എന്ന് സാധാരണ പബ്ലിക്കിനെ അവെയർ ആക്കുക. അതാ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അടുത്ത നമ്മുടെ സാജൻ എഡിസൺ ഉണ്ടോ? സാജൻ? ഉണ്ട് സാർ. ഹലോ, കേൾക്കാമോ സാർ? കേൾക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് യുവജനങ്ങൾ നേരിടുന്നത്. ഈ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ. ഏറ്റവും അടുത്ത ഉദാഹരണം തന്നെ, ഞാൻ ഇന്നലെ ഒരു മെഡിക്കൽ ഫിറ്റ്നസിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തായിരുന്നു സാർ. ആ ഫിറ്റ്നസിന് ഒരു പ്രൈവറ്റ് ജോബിന് വേണ്ടി ഒരു കമ്പനിക്ക് കൊടുത്തതാണ്, ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. ഞാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. പക്ഷേ ആ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും അംഗീകരിക്കാത്ത ഒരു കമ്പനിയായി അത് മാറി. അതൊരു ഹോമിയോപ്പതി അംഗീകരിക്കുന്നില്ല എന്നതിന്റെ തെളിവ്. നമ്മളിപ്പോ പബ്ലിക്കിന് അവയർനെസ് ആക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അപ്പോ അവര് MBBS ഡോക്ടറിന്റെ തന്നെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ ആ ഒരു കാൻഡിഡേറ്റിനെ തിരിച്ചയച്ചു. അപ്പോ ഇത്തരത്തിലാണ് ഇന്ന് പലരും ഹോമിയോപ്പതിയെ കണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വെറുതെ പബ്ലിക്കിനെ മാത്രം അവയർനെസ് ചെയ്ത് കുറച്ച് പേഷ്യൻസ്, കുറച്ച് ഡോക്ടറിനെ ഉണ്ടാക്കാന്നല്ലാതെ ഹോമിയോപ്പതിയുടെ റിലവൻസ് നമുക്ക് ഇവിടേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളതെന്നാണ് ഏറ്റവും ചെറിയ ഉദാഹരണമാണ്. അപ്പൊ ഞാനിനി മെഡിക്കൽ ഫിറ്റ്നസ് ഒന്നും വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അവൻ കൊടുത്തു കഴിഞ്ഞാൽ അത് റിജക്ട് ചെയ്യുമ്പോൾ അവർ തന്നെ വിചാരിക്കും ഹോമിയോപ്പതി ഇങ്ങനത്തെയാണോ, ഹോമിയോപ്പതി ഒരു മെഡിക്കൽ സയൻസ് അല്ലേ എന്ന് കൊടുത്ത അവരും ഉൾപ്പെടെ ഉള്ളവർ ചിന്തിച്ചു പോകും. അപ്പൊ അവിടെയൊക്കെയാണ് നമുക്കത് തെറ്റുപറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ സാറ് പറഞ്ഞു, ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരായിട്ട് മാറി. അത് നമ്മൾ ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെ
ഈ ഹോമിയോപ്പതി ഇപ്പൊ നമ്മളിപ്പോ റീൽസ് ഇടണമെന്ന് പറഞ്ഞു, പോസ്റ്റുകൾ ഇടണമെന്ന് പറഞ്ഞു, ഇൻഫ്ലുവൻസേഴ്സ് ഇടണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എത്ര പേര് ഇത്തരത്തിലൊരു IFPHന്റെ പോസ്റ്റോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഹോമിയോപ്പതിയെ സപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റോ എത്ര അടുത്ത് നമ്മൾ എത്തിക്കും? അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എത്ര പേര് അതിനുവേണ്ടി നിൽക്കും? എനിക്കറിയാം പണ്ട് ഷാജി കുടിയ ഡോക്ടർ ഉൾപ്പെടെ ഉള്ളവര് ക്ലാസ്സും കഴിഞ്ഞ് ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതും ക്ലാസ് ഓരോ അറ്റൻഡൻസ് കളഞ്ഞ ഓരോ വിഷയങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇന്നത്തെ വിദ്യാർത്ഥികൾ ഒരു പീരീഡ് പോലും മിസ്സാക്കാതെ, അതിന് അധ്യാപകർക്കും അതിനകത്തൊരു ക്രൂഷ്യൽ റോളുണ്ട്. കാരണം പല അധ്യാപകരും ഇന്ന് ഇത്തരത്തിലൊരു വിഷയം വന്നാൽ അതിനെപ്പറ്റി വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കാതെ ചുമ്മാ അറ്റൻഡൻസ് ക്ലാസ് എന്ന് പറഞ്ഞ് ഈ ഹോമിയോപ്പതിയുടെ വിഷയങ്ങളിൽ ഇടപെടുത്താതെ വിദ്യാർത്ഥികൾ അത്തരത്തിലൊരു CBSE അതിന് അത്തരത്തിലോട്ട് അത്രയും എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഹോമിയോപ്പതി മാത്രം പഠിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയത്തിൽ നിങ്ങൾ ഇടപെടരുത്, അറ്റൻഡൻസ് പോകും, ക്ലാസ് പോകും, അത്തരത്തിൽ പേടിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് NCHന്റെ ഉൾപ്പെടെ ഈ സിലബസും കാര്യങ്ങളും CBDC ബാച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളൊന്നും ഇടപെടണ്ട എന്നുള്ള രീതിയിലുള്ള മനോഭാവം വിദ്യാർത്ഥികൾ സൃഷ്ടിച്ച് അത് മാറിയാൽ മാത്രമേ നമ്മുടെ ഈ ഹോമിയോപ്പതി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഇതിനു വേണ്ടി നിൽക്കാൻ പറ്റിയാൽ മാത്രമേ ഈ സിസ്റ്റം നിലനിൽക്കുള്ളൂ. നമ്മുടെ പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുത്തെന്ന് മാത്രം ഇത് കൃത്യമായിട്ട് മാറില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗവൺമെന്റിനെ മാക്സിമം പ്രഷറൈസ് ചെയ്തുകൊണ്ട്, ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, നാളെ ഏത് ഗവൺമെന്റ് വന്നോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും പുതിയ പുതിയ ഡിസ്പെൻസറികൾ ആരംഭിക്കാൻ വേണ്ടി പ്രഷറൈസ് ചെയ്യുക. അതുപോലെ തന്നെ പല മേഖലകളിലും ഈ മെഡിക്കൽ ഓഫീസർ പോസ്റ്റുകളൊക്കെ ഉണ്ട്, ഇപ്പൊ റെയിൽവേയിലായിക്കോട്ടെ മറ്റു സ്ഥാപനങ്ങളിലായിക്കോട്ടെ. പക്ഷെ അവിടെ ആയുഷ് സിസ്റ്റവും പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിലുള്ള ഒരു പോസ്റ്റുകൾ കൂടെ സൃഷ്ടിച്ചുകൊണ്ട്, തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട്, പുതിയ പുതിയ പ്രോജക്റ്റുകൾ സൃഷ്ടിച്ചുകൊണ്ട് മാക്സിമം ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ നോക്കുക. നാളെ പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് ഇത്ര വാക്കൻസി ഉണ്ട്, ഹോമിയോപ്പതി പഠിച്ച ഇത്ര വാക്കൻസിയിൽ ഗവൺമെന്റ് തലത്തിലും അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു ബോധം കുട്ടികൾക്ക് ഉണ്ടായി തീർച്ചയായും പിള്ളേർ പിന്നെയും ഹോമിയോപ്പതി പഠിക്കാനായിട്ട് വരും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു. നമുക്ക് റിഷാൻ സംസാരിക്കാമോ? കേൾക്കാമോ? ഹലോ. കേൾക്കാം. പ്രധാനമായിട്ടും ഉള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും കുറച്ച് സൂചിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൊല്യൂഷൻ ഈ ഹോമിയോപ്പതി ഡോക്ടേഴ്സിൽ തന്നെ നമ്മൾ ഇപ്പൊ പഠിച്ചിറങ്ങിയവരാണ്. മുമ്പത്തെ ഉള്ളവർ കുറെ കൂടെ നോളജ് ആണ്. പക്ഷെ ഇപ്പൊ പഠിച്ചിറങ്ങിയ കുറെ പേരിൽ തന്നെ ശരിയായ ഹോമിയോപ്പതി അല്ലാതെ ചെയ്യുന്നവരുണ്ട്. അത് വളരെയധികം നമ്മുടെ സിസ്റ്റത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നെഗറ്റിവിറ്റിയെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സൊസൈറ്റിയാണ്. ഒരു 10 പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും സ്പ്രെഡ് ആവുന്നുണ്ടാവും. അപ്പൊ ആ നെഗറ്റീവ് ഇമേജ് ആയിരിക്കും ഹോമിയോപ്പതിയെ പറ്റി സ്പ്രെഡ് ആവുക. അപ്പൊ ആദ്യം തന്നെ അത് ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള എന്താ മാർഗം എന്നുള്ളത് സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അത് ചർച്ച ചെയ്ത് തീരുമാനിച്ച് അവർക്കൊരു അവയർനെസ് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യുക. കാരണം പലരും ജസ്റ്റ് അപ്പോഴത്തെ ഒരു പേഷ്യന്റ് കൺഫേമിന് വേണ്ടി വാല്യുവേഷൻ ചെയ്ത് വിടുന്നവരുണ്ട്. കറക്റ്റ് സിംറ്റം കണ്ടുപിടിക്കാൻ മെനക്കെടാതെ അല്ലെങ്കിൽ അതിനുവേണ്ടി പഠിക്കാൻ മെനക്കെടാതെ അതിലൂടെ സപ്രസ് ആവുകയും കേസ് പിന്നെ വേഴ്സ് ആവുകയും പിന്നെ റെഫർ ചെയ്ത് അലോപ്പതി ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സാഹചര്യം പോലെ വരുന്നുണ്ട്. അപ്പൊ ഇവര് അവരുടെ ഫാമിലിയിലും റിലേറ്റീവ്സിലും ഫ്രണ്ട്സും എല്ലാം ഈ ഒരു നെഗറ്റീവ് ഇമേജ് ആയിരിക്കും ഹോമിയോപ്പതിയെ പറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഡോക്ടേഴ്സിനെ പറ്റുന്ന രീതിയിൽ മെയിൻലി ബഡിങ് ഡോക്ടേഴ്സിനായിരിക്കും അവർ പ്രശ്നം വരുന്നുണ്ട്. അവർക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കുറവായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ട രീതിയിലുള്ള ഡയറക്ഷൻസ് IFPHന്റെ കീഴിലോ അല്ലാതെയോ ക്ലാസ്സുകളോ മറ്റു രൂപത്തിലോ അവർക്ക് ഓപ്പൺ ആയിട്ട് നടത്തി കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും തോന്നുന്നു. കുറെ കൂടെ ട്രൂ ആയ ഹോമിയോപ്പതി കുറെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ ഇടവരുത്തും അത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പരസ്യം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മുടെ ക്ലിനിക്കുകൾ തന്നെയാണ്. 1-to-1 നമുക്ക് പേഷ്യന്റിനെ കിട്ടുകയാണ്. അതിൽ കൂടുതൽ ഇമ്പാക്ട് നമുക്ക് ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ പേഷ്യന്റ് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നോ, എത്രമാത്രം ഹോമിയോപ്പതി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നോ, അവർക്ക് ആ ഒരു വിശ്വാസം ഹോമിയോപ്പതിയിൽ ഉണ്ടാക്കുന്നോ, ആ വിശ്വാസം തീർച്ചയായിട്ടും അവരുടെ റിലേറ്റീവ്സിനോ ഫാമിലിക്കോ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യും. അപ്പൊ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ആൾക്കാരിൽ ഒരു എന്താ പറയുക ലിമിറ്റേഷൻ ഉണ്ടാകും. പക്ഷെ നമ്മുടെ ക്ലിനിക്ക് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ ഒരാൾ രണ്ടുപേർക്ക് പറഞ്ഞ് അങ്ങനെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും അത് പോകുന്നുണ്ടാവുക. ഒരു ബാനർ കാണുന്നതിനെക്കാട്ടും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലെ ന്യൂസ് കാണുന്നതിനെക്കാട്ടും ഒക്കെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്താനും കുറെ കൂടെ എന്താ പറയുക റിലവന്റ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് വിശ്വസനീയമായ അവർക്ക് അറിയുന്ന ഒരാൾ പറയുമ്പോഴേ കുറെ കൂടെ വിശ്വാസമാവും. വെറുതെ ഒരു ബാനർ കാണുന്നതിനെക്കാട്ടും നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞാലോ അല്ലെങ്കിൽ റിലേറ്റീവ് പറഞ്ഞാലോ കുറച്ച് നമ്മൾ വിശ്വസിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ക്ലിനിക്കിൽ വരുന്നവരെ നല്ല രീതിയിൽ നമുക്ക് ഹോമിയോപ്പതിയുടെ സാധ്യതകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ആദ്യം വേണ്ടത് ആ ക്ലിനിക്കിൽ ഇരിക്കുന്ന ഡോക്ടറിന് നല്ല രീതിയിൽ ഹോമിയോപ്പതി എന്താണെന്നും ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്താണെന്നും നല്ല രീതിയിൽ വ്യക്തമായ നിലപാടും അതുപോലെ തന്നെ ഒരു അറിവും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഡോക്ടർമാർക്ക് വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ക്ലിനിക്കിൽ നിന്ന് തന്നെ അവിടെ വരുന്ന പേഷ്യന്റ് 2 പേരായിക്കോട്ടെ, ആ 2 പേർക്ക് നല്ല രീതിയിൽ ഹോമിയോപ്പതിയെ പറ്റി വിശ്വാസത്തിൽ പോകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സീനിയർ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കാര്യം പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം പോലത്തെ നവമാധ്യമങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. അത് ഇപ്പൊ ചെയ്തു വരുന്നുണ്ട്, വ്യാപകമായി ഇപ്പൊ കുറെ കൂടെ ഒക്കെ ചെയ്തു വരുന്നുണ്ടെങ്കിലും ബാക്കി ഡോക്ടേഴ്സ് കൊണ്ട് ചെയ്യാനുള്ള പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ.
ഇപ്പൊ ഒരുപാട് ഫേമസ്, ഇപ്പൊ നമ്മുടെ തന്നെ ഒരു സീനിയർ ഷിബ്ലി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവരുണ്ട്. പൊതുജനത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ സമയത്തിന് ഉചിതമായിട്ടുള്ള, ഇപ്പൊ തന്നെ മഴക്കാല രോഗങ്ങളോ അങ്ങനത്തെയൊക്കെ, അത് പൊതുജനത്തിന് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് സംബന്ധമായ വിവരങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നോക്കും. അതിലൂടെ ഹോമിയോപ്പതിയെ പറ്റിയും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ക്ലിനിക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഹോമിയോപ്പതിയുടെ വളർച്ചയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ളത് ഒരു കാര്യമാണ്, പ്രധാനമായിട്ടും പഠിച്ചിറങ്ങിയാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പുതിയ ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് പേടിയുണ്ടാവും. മനുഷ്യന്മാരുടെ ജീവിതം വെച്ചിട്ടാണല്ലോ നമ്മൾ ക്ലിനിക്കിൽ കളിക്കുന്നത്. അപ്പോൾ അവർക്ക് പേടിയുണ്ടാവും, ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ശരിയാവുമോ, ഈ ഡിസീസ് എന്താവും, ചിലപ്പോൾ ഡയഗ്നോസ് കറക്റ്റ് കിട്ടില്ല, അങ്ങനെ ഒരുപാട് പേടികളുണ്ടാവും. അപ്പൊ ആ പേടികളെല്ലാം നമ്മുടെ കൈ പിടിച്ച് നടത്താൻ നിങ്ങൾ സീനിയേഴ്സിന് തന്നെ കഴിയുള്ളൂ. അപ്പൊ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ IFPHന്റെ ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ട് IFPHന്. അപ്പോൾ അതിന്റെ തലത്തിൽ ഓരോ സ്ഥലങ്ങളിൽ ഡിസ്ട്രിക്ട് വൈസോ അല്ലെങ്കിൽ ഒരു ഏരിയ വൈസോ ആയിട്ട് ഏതെങ്കിലും ഡോക്ടർമാരെ നിയമിക്കുകയാണെങ്കിൽ ആ ഡോക്ടറിന്റെ കോൺടാക്ട് നമ്പറോ എന്തെങ്കിലും ഈ യുവ ഡോക്ടേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ഒരു സംശയം വരുമ്പോൾ അവർക്ക് വിളിച്ചു ചോദിക്കാൻ ഈ സീനിയർ ഡോക്ടേഴ്സ് ഒരു ഹെൽപ്പ് ആയിരിക്കും. വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായ ഒരു നിർദ്ദേശം അവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എവിടെ ചോദിക്കണം എന്ത് ചെയ്യണം എന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും യുവ ഡോക്ടേഴ്സിന് ഉണ്ടാവലുണ്ട്. കാരണം ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നൊക്കെ പഠിക്കുന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ നമ്മുടെ സിസ്റ്റത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസിലൂടെ പഠിച്ചെടുക്കുന്ന ഒരുപാട് കാര്യം. റിഷാൻ നാളെ മുതൽ IFPHന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഈ പറഞ്ഞ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. മുമ്പേ കൊണ്ട് വെച്ചാലും എടുത്ത് കഴിക്കൂലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് അവസ്ഥ. ഞാൻ എത്രയോ തവണ ഈ വിദ്യാരാജ കോളേജിലെ ഗവൺമെന്റ് കോളേജിലെ ശാരദകൃഷ്ണയിലെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. അവസാനം അജയകുമാർ സാറ് കോളേജിന്റെ മാനേജർ കാർഡിയോളജിസ്റ്റ് അദ്ദേഹം എന്റെ മുമ്പ് വെച്ചാണ് പറഞ്ഞത്, ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നില്ലേ, നിങ്ങളൊന്ന് കയറി നോക്കൂ. ഒരാൾ പോലും കയറിയില്ലല്ലോ. ഞാൻ കണ്ട കാര്യമാണ്. അപ്പൊ എന്താ വേണ്ടത്? നമ്മൾ കൂടി വിശപ്പറിഞ്ഞ് ആഹാരം കഴിക്കുക എന്നുള്ളത് പ്രധാനമാണ്. വളരെ നന്ദി. ഇനിയും നമുക്ക് ചർച്ച തുടരാം. നമുക്ക് ഈ പരിപാടി അവസാന സമയമായിരുന്നു. 2 മിനിറ്റ് ഓരോ മിനിറ്റ് ഡോക്ടർ സനേഷിനും ഡോക്ടർ വീണയ്ക്കും. ഡോക്ടർ സനേഷ്. തീർച്ചയായും അതിഗംഭീരമായ ചർച്ചയാണ് നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഇങ്ങനെയുള്ള ചർച്ചകൾ തീർച്ചയായും ഹോമിയോപ്പതി വളരുന്നതിന് ഗുണകരമാകും. നിങ്ങൾക്ക് വേണ്ട ഏത് കാര്യത്തിനും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. അത് പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പം ക്ലിനിക്കൽ എവിഡൻസിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുകയുണ്ടായി. IFPHന്റെ വീഡിയോസ് യാതൊരു ചെലവില്ലാതെ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഹോമിയോപ്പതി എന്ന മഹത് സമ്പ്രദായത്തിൻ്റെ അത്ഭുതങ്ങൾ ഒത്തിരി നമുക്ക് കാണാൻ പറ്റും. ക്ഷമയോടെ കാണണം. പക്ഷെ ഒരു സിനിമ കാണുന്ന പോലെയുള്ള ഒരു ത്രില്ലിൽ കാണാൻ പറ്റിയ പല വീഡിയോസും ഉണ്ട്. അതെല്ലാം കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വാനോളം ഉയരുകയും നിങ്ങളുടെ മുന്നിൽ കാണേണ്ടത് നല്ലൊരു ഹോമിയോ ഡോക്ടറെയാണ്, ആ ഡോക്ടറെ പോലെ ആകാൻ എന്നെക്കൊണ്ടും ആകും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ ആവും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വളരെ കൃത്യമായി ഡോക്ടർ വീണ. ഷഫീഖ് ഡോക്ടർ കൈവക്കിയിരുന്നുണ്ടോ മനോജ് ഡോക്ടറെ? ഷഫീഖ് ഡോക്ടർ കൈവക്കിയിരുന്നു. അതിന്റെ സമയമായിരുന്നു. ഡോക്ടർ വീണ. ഗുഡ് ഈവനിങ് എവരിബഡി. ഇതൊരു നല്ല ചർച്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ദിൻഷ ഡോക്ടറെ പോലെ ഒരു നല്ല ടീച്ചർ ഉണ്ടല്ലോ. ഒരു ടീച്ചറല്ല, ഒരുപാട് ടീച്ചറുണ്ട്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ധൈര്യം കിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എത്രയോ പേർ പഠിക്കുന്നുണ്ട്. അവരും ഇങ്ങനെയല്ലേ, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നു, അവർക്ക് ഒരു ഡയറക്ഷൻ ഇല്ല. അപ്പോൾ ഒരാൾക്ക് ഡയറക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ ആവുന്നുണ്ടോ? ഇതേക്കുറിച്ച് അവർ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടോ ക്ലാസ്സിൽ? അവരെങ്ങനെയാ ഇതൊക്കെ മറികടക്കുന്നത്? ഗവൺമെന്റ് മാത്രം എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ്, അതായത് എംപ്ലോയ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ സ്കോപ്പ് ഉള്ളത് നമ്മൾ വേണം പോയി വാട്ട് ടു സേ ടു ഗോ ആൻഡ് സെർച്ച്. അത് നമ്മുടെ കാര്യമായിരിക്കണം. പിന്നെ അവയർനെസ്. സ്വച്ഛ ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞിട്ട് അവർ ഈ ക്ലൻലിനെസ് കുറിച്ച് അവർ കൊണ്ടുവന്നത് സ്കൂളിലേക്കാണ്. എന്തിനാ സ്കൂളിൽ കൊണ്ടുപോയത്? ബിക്കോസ് ദ ചിൽഡ്രൻ ഓഫ് ടുമോറോ ഷുഡ് നോ അബൌട്ട് സാനിറ്റേഷൻ. അതുകൊണ്ടാണ് അവർ ചെറിയ കുട്ടികളിലേക്ക് അത് കൊണ്ടുപോയത്. അപ്പൊ അവയർനെസ് ആരാ കൊടുക്കേണ്ടത്? ഞങ്ങളാണോ? പ്രാക്ടീഷണേഴ്സ് ആണോ? അല്ല, സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരൂ, ഞങ്ങൾ എല്ലാം ചെയ്തു തരാം. പക്ഷെ യു ഗോ. എല്ലാവരും ഇപ്പൊ MBBS കോളേജിലൊക്കെ എന്താ നടക്കുന്നത്? ഒരു ദിവസം HIV ഡേ എന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു. അവർ റോഡിലേക്ക് ഇറങ്ങുന്നു, സ്ട്രീറ്റ് ആയിട്ട് നടക്കുന്നു. അവർ പറയുന്നു HIV വന്നാൽ നിങ്ങൾ അവരെ ഒതുക്കല്ലേ, അവരെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക, ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇത് ഇങ്ങനെ ചീത്ത കാര്യമല്ല എന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു ഓട്ടിസം ഡേ വരുമ്പോഴത്തേക്കും നമ്മൾ ഹോമിയോപ്പതിയിൽ ഓട്ടിസത്തിന് മരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇറങ്ങുന്നുണ്ടോ?
എല്ലാ മാസവും ഏതോ ഒരു അവയർനെസ് വേണ്ടി അവർ ഓരോരോ ഡേ വെച്ചിട്ടുണ്ട്. എങ്ങനെ എർത്ത് ഡേ പറയുന്നുണ്ട്, അതുപോലെ ഓട്ടിസം ഡേ, പിന്നെ എപ്പിലെപ്സി ഡേ, ആസ്മ ഡേ. എന്തില്ല, നമ്മൾ എന്തുകൊണ്ട് ആ ഡേയ്സിന് ഇറങ്ങി സൊസൈറ്റിയിൽ പോയിട്ട് ഇതിനൊക്കെ ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട്, നിങ്ങൾ വരൂ, നിങ്ങൾ ഹോമിയോപ്പതി മാത്രം കഴിക്കണ്ട, നിങ്ങൾ അലോപ്പതി പോലും കഴിച്ചോളൂ, പക്ഷെ കം, ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട്, നിങ്ങൾക്ക് ബെറ്റർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോമിയോപ്പതിയിൽ സ്റ്റിക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് സ്റ്റുഡൻസ് ഇറങ്ങുന്നില്ല? നിങ്ങൾക്ക് സമയമില്ലേ? അതുകൊണ്ട് ഇതും ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ സ്കോപ്പ്, ഹോമിയോപ്പതി പഠിച്ചിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും? നോട്ട് ഓൺലി മെഡിക്കൽ ഓഫീസർ, ദർ ആർ അംപ്റ്റി നമ്പർ ഓഫ് ജോബ്സ്. ഇപ്പോ എഞ്ചിനീയർ ആൾക്കാർ ദേ ആർ ഗോയിങ് ഫോർ കുറിയർ ജോബ്സ്. ആർ ദേ ഗോയിങ് വില്ലിംഗ്ലി? ഇല്ല. അവർക്ക് വേറെ വഴിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വരും. ചിലപ്പോൾ ഇൻഷുറൻസിൽ പോവേണ്ടി വരും, ചിലപ്പോൾ ക്ലിനിക്കൽ റിസർച്ചിൽ പോവേണ്ടി വരും, എപ്പിഡമിയോളജിയിൽ പോവേണ്ടി വരും. അപ്പൊ വി നീഡ് ടു നോ അബൌട്ട് ദ സ്കോപ്പ്. BHMS പഠിച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഇറങ്ങണം. ദർ ആർ പീപ്പിൾ ടു ഗൈഡ് യു. പ്ലീസ് കം ഫോർവേഡ്, ടേക്ക് അവർ ഹെൽപ്പ് ആൻഡ് മാർച്ച് ഫോർവേഡ്. എനിക്ക് അതേ പറയാനുള്ളൂ. വെൻ യു ഹാവ് ടീച്ചേഴ്സ് ലൈക്ക് ദിൻഷ മാഡം, you cannot say that we have only negativity around. No, she is saying she is passionate and she has grown in 8 years. Can't you people do? Do you think MBBS ആൾക്കാർ 10 കൊല്ലം അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ അവര് ഇത്രയും പൊക്കത്തിൽ വരാൻ പറ്റുമോ? പറ്റില്ല. ഏത് ഡോക്ടർ ആയാലും 8 10 വർഷം അതിനു വേണ്ടി കഷ്ടപ്പെടേണ്ടി വരും. സോ സ്റ്റുഡൻസ്, ബി പാഷനേറ്റ് ആൻഡ് ബി പോസിറ്റീവ്. നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് ഹെൽപ്പ് വേണമെങ്കിലും AFPH ഉണ്ട്. സോ that's what I want to share with you all. താങ്ക് യു ഡോക്ടർ. അടുത്ത പരിപാടി അവസാനിപ്പിക്കാൻ സമയം ആയി. ഡോക്ടർ ഷൈല നന്ദി പറയാൻ ക്ഷണിക്കുന്നു. ഒരു മിനിറ്റ് സലീം കുമാർ ഡോക്ടർക്ക് ഒന്ന് കൊടുക്കും. സലീം കുമാർ ഡോക്ടർ കൈ പൊക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ് കൊടുക്കും. ഞാൻ കാണാത്തുണ്ടല്ലോ ഡോക്ടർ, എനിക്ക് ഒരു മിനിറ്റ് കൊടുക്കും. ഒരു മിനിറ്റ് കൊടുക്കും. സലീം കുമാർ ഡോക്ടർ. സലീം കുമാർ പ്ലീസ്. സലീം കുമാർ ഡോക്ടർ. ആ, അപ്പം ഷഫീഖ് ഡോക്ടർ കൈപൊക്കിയായിരുന്നു. ഷഫീഖ് ഡോക്ടർ. ഡോക്ടർ ഷൈൽ അവര് സമയം കഴിഞ്ഞത് കൊണ്ടായിരിക്കും അവരങ്ങ് കൈ പിൻവലിച്ചു. ഒരു മിനിറ്റ്. ഈ പിള്ളേർക്ക് ഈ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ഇപ്പൊ കൊടുക്കാൻ വേറെ സമയത്ത് അവരെ കിട്ടില്ല. അപ്പൊ നമ്മൾ ഈ സമയത്ത് അവരെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സീനിയർ ഡോക്ടേഴ്സിന് സംസാരിക്കാൻ ഒരേ മിനിറ്റ് കൊടുക്കണം പ്ലീസ്. അതിൻ്റെ അത് സമയത്തേക്കാൾ ഉപരി അവർ പറയുന്ന ആശയങ്ങൾക്ക് ഇപ്പൊ സലികുമാർ ഡോക്ടർ വന്നിട്ടുണ്ട്. സലികുമാർ ഡോക്ടർ പ്ലീസ്. എനിക്ക് പെട്ടെന്ന് കേൾക്കാവോ? ആ കേൾക്കാം, പറയൂ. പെട്ടെന്ന് പറയും. എനിക്ക് പെട്ടെന്ന് പറഞ്ഞു കേൾക്കാം. ഒന്ന്, ഇപ്പോഴും ഇവിടുത്തെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ ഒരു പ്രഫുൽ വിജയിക്കറോ വിത്തൗട്ട് കാസോ എത്തിയിട്ടില്ല. ഇനി എന്നാണ് എത്തണേ? അത് കോളേജ് അധ്യാപകരുടെ കുറവ് തന്നെയല്ലേ കാണിക്കുന്നത്. 2, ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് സർജറി ട്രെയിനിങ് ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജുകളിൽ, ജില്ലാ ആശുപത്രിയിൽ. ഇന്നത്തെ കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ടോ? അവരൊരു മര്യാദക്ക് ഒരു പ്രസവം കാണുന്നുണ്ടോ? അതേപോലെ ഓട്ടോപ്സി ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ ജില്ലാ ആശുപത്രിയിൽ പോയി എത്രയോ പോസ്റ്റ്മോർട്ടം അറ്റൻഡ് ചെയ്തിരിക്കുന്നു, എത്രയോ സർജറി ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി കണ്ടിരുന്നു. ഇതൊന്നും ഇല്ലാതെയാണ് ഇപ്പോഴത്തെ ഹോമിയോപ്പതി സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നത്. അതിൻ്റെതായ കുറവ് അവർക്കുണ്ട്. അതൊക്കെ തിരിച്ചു പിടിക്കണം. ഇത് അലോപ്പതി സിസ്റ്റത്തിന്റെ മാത്രമായിട്ട് അതിനെ കണക്കാക്കേണ്ട കാര്യമില്ല. കൂടുതൽ തിരിച്ചറിയണ്ടേ? ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇത് അനുഭവിച്ച തലമുറ ഉണ്ട് എന്നവരറിയട്ടെ. ഓക്കെ ഡോക്ടർ, നമ്മൾ തീർച്ചയായിട്ടും ഇനി ഇതിന്റെ പാർട്ട് 2 വെക്കുന്നതായിരിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അടുത്ത ദിവസം പറയാമെന്ന് പറഞ്ഞ, പക്ഷെ കുടിയാ ഡോക്ടർ മനസ്സിലായില്ല. ഷൈൽ ഡോക്ടർ പ്ലീസ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇതിന്റെ അടുത്ത സെഷനിൽ ഞാൻ പറയുന്നതാണ്. എന്തായാലും ഇന്ന് വന്ന പ്രിയ സ്റ്റുഡൻസിനോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്തു. ഇനിയെങ്കിലും IFPHൽ കയറി ഇതിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷാജി കുടിയാട്ട് ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ സാജൻ എഡിസൺ, ഡോക്ടർ റിഷാൻ, എല്ലാവരും ഡോക്ടർമാരെന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ഡോക്ടർ പ്രതിഭ ജോർജ്, ഡോക്ടർ ഐശ്വര്യ, അതുപോലെ ഡോക്ടർ ഗ്രീഷ്മ, ഡോക്ടർ മേഘ, ബിന്ദു, മേരി ബിന്ദു ഡോക്ടർ, അതുപോലെ വേറെ ഒരു മാഡം ഉണ്ടായിരുന്നല്ലോ കോളേജിലെ, പേര് ഞാൻ മറന്നു, ദിൻഷ. എല്ലാവർക്കും ഈ ചർച്ച ഒരു വൻ വിജയമാക്കിയ എല്ലാ സ്റ്റുഡൻസിനും എല്ലാ ഡോക്ടേഴ്സിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം
ഇതിനെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഏതാണ്ട് 4000-ൽ പരം വീഡിയോകളാണ് ഇത് സംബന്ധിച്ച് IFPH യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. 4000 പോയിട്ട് 4 കണ്ടു കഴിഞ്ഞാൽ തന്നെ അഭിപ്രായം ഇത് മാറും. ശുഭപ്രതീക്ഷ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം ഇതേ സമയം. നന്ദി.